ഹായ് മക്കളെ, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് ഓർഗാനിക് കെമിസ്ട്രിയിലെ കുറച്ച് വലിയ ചാപ്റ്ററാണ്. എന്നാലും എൻ്റെ കൂടെ ഒന്ന് ഇരുന്ന് തന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും ഒന്ന് ക്വിക്കായിട്ട് ഒന്ന് റിവിഷൻ നടത്താം. ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ചാപ്റ്ററിൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. എടാ, ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്കറിയാം ഈ ക്ലാസ്സിൻ്റെ നോട്ട് ലഭിക്കാൻ CM അക്കാഡമിയുടെ ആപ്പിൽ ഫ്രീ മെറ്റീരിയൽസ് എന്ന ഭാഗത്ത് പോയി നോക്കിയാൽ കാണാം. ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റായിട്ട് CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഐഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ORG കോഡ് ചോദിക്കുമ്പോൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, HGNTIB എന്ന ORG കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കും CM അക്കാഡമിയുടെ ഫ്രീ മെറ്റീരിയൽസ് എന്ന പാർട്ടിൽ നിന്ന് ഇപ്പോൾ ഞാൻ എടുക്കുന്ന ക്ലാസ്സിൻ്റെ നോട്ട്സ് അവൈലബിൾ ആണ്. മുന്നേ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കോമ്പൗണ്ടുകളുടെ കോമൺ നെയിം ഒന്ന് കേട്ടോളൂ. HCHO എന്ന് പറഞ്ഞാൽ ആരാടാ? ഫോർമാൽഡിഹൈഡാണ്. അറിയാത്തവർ നോട്ട് ചെയ്യുക, അറിയുന്നവർ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കുക. CH3CHO എന്ന് പറഞ്ഞാൽ ആരാടാ? അസറ്റാൽഡിഹൈഡാണ്. ഓക്കെ. ബെൻസീനിൽ CHO എന്ന് പറഞ്ഞാൽ ബെൻസാൽഡിഹൈഡാണ്. ബെൻസാൽഡിഹൈഡ് എന്നാണ് അവൻ്റെ കോമൺ നെയിം. ബെൻസീനിൽ OHും ഓർത്തോ പൊസിഷനിൽ ഒരു CHOയും വന്നാൽ അവൻ്റെ പേര് സാലിസിൽ ആൽഡിഹൈഡ് എന്നാണ്. സാലിസിൽ ആൽഡിഹൈഡ്. ഓക്കെ. ഇവനെ ചിലർക്ക് അറിയാൻ ചാൻസ് ഇല്ല. ബെൻസീനിൽ CH ഡബിൾ ബോണ്ട് CH, അത് കഴിഞ്ഞൊരു CHO വന്നാൽ ഇവൻ്റെ പേര് സിന്നമാൽഡിഹൈഡ് എന്നാണ്. സിന്നമാൽഡിഹൈഡ്. അപ്പോൾ ഇത്രയും ആളുകൾ ആൽഡിഹൈഡുകളാണ്. ഇനി 3 കീറ്റോണുകളുടെ പേര് പഠിക്കാം. CH3COCH3 പേര് നിങ്ങൾക്കറിയാം, അസറ്റോൺ എന്നാണ് പേര് വിളിക്കുക. PHCOCH3, ഈ PH എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് ആണേ, മനസ്സിലാക്കണേ. അപ്പോൾ ഒരു ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ COയും CH3യും വന്നാൽ ദാറ്റ് ഈസ് കോൾഡ് അസറ്റോഫീനോൺ. എന്താ പേര്? അസറ്റോഫീനോൺ എന്നാണ് ഇവൻ്റെ പേര്. ഒരു CO എന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ബെൻസീൻ റിംഗ് വന്നാൽ 2 ബെൻസീൻ റിംഗ് ആണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ബെൻസോഫീനോൺ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കോമൺ നെയിമുകളാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ അല്ലേ നിങ്ങൾ ഈ കാണുന്നത്? ആരാ? ആസിഡ് ക്ലോറൈഡ്. എന്താ? ആസിഡ് ക്ലോറൈഡ്, RCOCl. ആസിഡ് ക്ലോറൈഡിലേക്ക് ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുക. ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ആസിഡ് ക്ലോറൈഡ് RCHO ആൽഡിഹൈഡായി മാറും. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് റോസൻമൺസ് റിഡക്ഷൻ. ഇത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, റോസൻമൺസ് റിഡക്ഷൻ. അതിനൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആളാണ്, എൻട്രൻസിന് പോലും ചോദിക്കുന്ന സംഭവമാണ് റോസൻമൺസ് റിഡക്ഷൻ. അപ്പോൾ ബെൻസീൻ റിങ്ങിൽ COCl ഉണ്ട്. അപ്പോൾ ബെൻസീൻ റിങ്ങിൽ COCl ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്താൽ, ആരാണ് ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ്? പലേഡിയവും BaSO4ഉം ഉള്ള മിക്സറാണ് ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ്. പലേഡിയം ബാർ BaSO4. ഈ COCl എന്ന പാർട്ട് CHO എന്നായി മാറും, ആൽഡിഹൈഡായി മാറും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എക്സ്പ്ലെയിൻ റോസൻമൺസ് റിഡക്ഷൻ എന്ന് വെച്ചാൽ ആരോ കമൻറ്റും ചെയ്തിട്ടുണ്ട്, ഈ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റൊക്കെ മാത്രം ഇങ്ങനെ പഠിച്ചു പോയാൽ മതിയോ? എടാ, റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും റിയേജൻറ്റും അറിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്ക് എന്താണോ വേണ്ടത് ആ രൂപത്തിലേക്ക് നമുക്കതിനെ മാറ്റി കൊടുക്കാം. ഇപ്പോൾ റോസൻമൺസ് റിഡക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ റിയാക്ഷനെ മനസ്സിൽ ധ്യാനിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എഴുതാം. എന്താണ് റോസൻമൺസ് റിഡക്ഷൻ? ഇറ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ഫ്രം ആസിഡ് ക്ലോറൈഡ് ബൈ യൂസിങ് ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ് എന്ന് സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ ഓർത്ത് വെച്ചോളണേ, റോസൻമൺസ് റിഡക്ഷൻ വഴി എന്തുണ്ടാകും? ആൽഡിഹൈഡ് ഉണ്ടാകും. എവിടെ നിന്നുണ്ടാകും? ആസിഡ് ക്ലോറൈഡുകളിൽ നിന്നാണ് ഉണ്ടാവുക. എടാ, ഇതൊരു ആൽഡിഹൈഡ് അല്ലേ? CH3CHO, CH3CH2CHO, ഇത് വേറൊരു ആൽഡിഹൈഡ് അല്ലേ? ഇവരൊക്കെ നമുക്ക് ഈ റോസൻമൺസ് റിഡക്ഷൻ വഴി ഉണ്ടാക്കാൻ പറ്റും. ഏത് ആൽഡിഹൈഡിനെയും റോസൻമൺസ് റിഡക്ഷൻ വഴി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഫോർമാൽഡിഹൈഡിനെ റോസൻമൺസ് റിഡക്ഷൻ വഴി ഉണ്ടാക്കാൻ പറ്റില്ല. നോട്ട് ചെയ്തോട്ടോ. റോസൻമൺസ് റിഡക്ഷൻ വഴി ഉണ്ടാക്കാൻ പറ്റാത്ത ആൽഡിഹൈഡ് ഏതാണ്? ഫോർമാൽഡിഹൈഡാണ്. കാരണം ഫോർമാൽഡിഹൈഡ് കിട്ടണമെങ്കിൽ നമ്മളിവിടെ HCOCl എന്ന് പറയുന്ന ഒരു ആസിഡ് ക്ലോറൈഡ് യൂസ് ചെയ്യണം. ഇതിനെ ഫോർമൈൽ ക്ലോറൈഡ് എന്നാണ് പേര് പറയുക. ഇയാളെ യൂസ് ചെയ്താലല്ലേ ഇങ്ങനെ ഒരു ആൽഡിഹൈഡ് കിട്ടുക. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഇല്ല, ഇയാൾ ഹൈലി അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പൗണ്ടിന് നമുക്ക് അവൈലബിൾ ആവില്ല. അങ്ങനെ ഒരു കോമ്പൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഫോർമാൽഡിഹൈഡ് റോസൻമൺസ് റിഡക്ഷൻ വഴി ഉണ്ടാക്കാൻ പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട മറ്റു 2 റിയാക്ഷൻസ് ആണ്. സയനൈഡിലേക്ക് SnCl2HCl യൂസ് ചെയ്താൽ സയനൈഡ് ആൽഡിഹൈഡ് ആകും. സയനൈഡിലേക്ക് SnCl2HCl യൂസ് ചെയ്താൽ ആൽഡിഹൈഡ് ആകും. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് സ്റ്റീഫൻസ് റിഡക്ഷൻ. എന്താണോ സ്റ്റീഫൻസ് റിഡക്ഷനിൽ നടക്കുന്ന മാറ്റം, അതേ പണി ചെയ്യാൻ കഴിവുള്ള ആളാണ് ഡൈബാലെച്ച്. അഥവാ സയനൈഡിനെ എന്താക്കി മാറ്റാൻ പറ്റും? ആൽഡിഹൈഡാക്കി മാറ്റാൻ പറ്റുന്ന ആളാണ് ഡൈബാലെച്ച്. ബെൻസീൻ റിങ്ങിൽ ഒരു CN ഉണ്ടായിരുന്നു, ആ CN നേരെ CHO ആക്കി കൊടുക്കുക. സിമ്പിൾ അല്ലേ? അപ്പോൾ സ്റ്റീഫൻസ് റിഡക്ഷൻ പഠിച്ചു വെക്കുക. സയനൈഡിൽ നിന്ന് ആൽഡിഹൈഡ് ഉണ്ടാകുന്ന ആളാണ്. എന്തുപയോഗിച്ച് എന്ന് ഓർക്കണേ? SnCl2HCl. ദി സെയിം കൺവേർഷൻ ക്യാൻ ഓൾസോ ബി ഡൺ ബൈ ഡൈബാലെച്ച്. ഈ ഡൈബാലെച്ചിന് മറ്റൊരു പണിയും കൂടിയുണ്ട്. എസ്റ്റർ ഇല്ലടാ, എസ്റ്റർ
എസ്റ്ററിനെ ആൽഡിഹൈഡ് ആക്കാനും ഡൈബാലച്ചിന് പറ്റും. എസ്റ്റർ എന്ന് പറഞ്ഞാൽ RCOOR, അതിനെ RCHO ആൽഡിഹൈഡ് ആക്കി മാറ്റാനും ഡൈബാലച്ചിന് പറ്റും. അപ്പോൾ ഡൈബാലച്ചിൻ്റെ രണ്ട് പണിയും SnCl2HCl ഒരു പണിയുമാണ് ഈ സ്ലൈഡിലൂടെ നിങ്ങൾ പഠിക്കേണ്ടത്. SnCl2HCl ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് സ്റ്റീഫൻസ് റിഡക്ഷൻ. ഓക്കെ അല്ലേടാ. ടൊളുവിൻ എന്ന് പറയുന്ന ആളല്ലേടാ ബെൻസീനിൽ CH3. അതിനെ ആൽഡിഹൈഡ് ആക്കാൻ 3 മെത്തേഡ് ഉണ്ട്, ഓർത്ത് വെക്കണേ. ടൊളുവിനിലേക്ക് നമ്മൾ CrO3 മാത്രം യൂസ് ചെയ്താലും, CrO2Cl2/CS2 എന്ന് പറയുന്ന റിയേജൻറ്റ് യൂസ് ചെയ്താലും, ക്ലോറിൻ HNu/H2O, ആദ്യം ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താലും കിട്ടുന്ന പ്രൊഡക്റ്റ് സെയിം ആണ്. എല്ലായിടത്തും കിട്ടുന്ന പ്രൊഡക്റ്റ് ബെൻസാൽഡിഹൈഡ് ആണ്. ബെൻസീനിൽ CHO നോക്കണേ. അപ്പോൾ ടൊളുവിനിലെ CH3 എന്ന ഗ്രൂപ്പ് CHO ആയി മാറും. ബെൻസീനിൽ CHO, ഇവിടെയും ബെൻസീനിൽ CHO, എല്ലായിടത്തും പ്രൊഡക്റ്റ് സെയിം ആണ്. അപ്പോൾ ടൊളുവിനിൽ നിന്ന് ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കാൻ 3 മെത്തേഡ് ഉണ്ട്. ആ 3 റിയേജൻറ്റുകളുടെ പേര് കാണാതെ പഠിച്ചു വെച്ചോ. മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്ലി മുന്നേ ഉപയോഗിക്കുന്ന ആൾ CrO2Cl2/CS2 ആണെങ്കിൽ ദാറ്റ് റിയാക്ഷൻ ഈസ് സ്പെസിഫിക്കലി കോൾഡ് ഇറ്റാർഡ്സ് റിയാക്ഷൻ. എന്താ പേര് വിളിക്കുക? ഇറ്റാർഡ്സ് റിയാക്ഷൻ. അപ്പോൾ നിന്നോട് പരീക്ഷയ്ക്ക് എക്സ്പ്ലെയിൻ ഇറ്റാർഡ്സ് റിയാക്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ മോനെ ഇറ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് ബെൻസാൽഡിഹൈഡ് ഫ്രം ടൊളുവിൻ ബൈ യൂസിങ് CrO2Cl2/CS2. ക്ലിയർ അല്ലേ? മനസ്സിലാക്കി പഠിച്ചോളണേ. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ബെൻസീനിൽ നിന്നെങ്ങനെ ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കാം? ഇതാണ് ബെൻസീൻ. അതിൽ നിന്നെങ്ങനെ ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കാം? മോനെ ബെൻസീനിൽ നിന്ന് ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കാൻ ഈ 4 പേര് മസ്റ്റാണ്. വായിച്ചേ. കാർബൺ മോണോക്സൈഡ്, HCl, CuCl ആൻഹൈഡ്രസ് AlCl3. ഈ 4 പേരും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസീനിൽ നിന്ന് ബെൻസാൽഡിഹൈഡ് കിട്ടും. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ്, വളരെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്, പലതവണ നിങ്ങൾ കേട്ടതാണ്, ഗെറ്റർമാൻ കോഷ് റിയാക്ഷൻ. ഗെറ്റർമാൻ കോഷ് റിയാക്ഷൻ. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കും. എപ്പോഴും ചോദിക്കുന്ന ആളുമാണ്. ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വൃത്തിയായിട്ടൊന്ന് പഠിച്ചു വെച്ചോട്ടോ. സിമ്പിളായിട്ട് ഇങ്ങനെ എൻ്റെ കൂടെ പഠിച്ചിങ്ങനെ പോന്നാൽ മതി. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ആൽഡിഹൈഡിനെയാണ് ഉണ്ടാക്കിയത്. ഇനി കീറ്റോണിനെ ഉണ്ടാക്കാൻ വളരെ പ്രസിദ്ധമായ ഒരു റിയാക്ഷനാണ് ഞാൻ നിങ്ങളോട് പറയണേ. ഇതാരടാ? കണ്ടാൽ അറിയാം, RMgX എന്ന് പറഞ്ഞാൽ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്നല്ലടാ പേര്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. R-2CD, ഇവൻ്റെ പേരെന്താ അറിയോ? ഡൈ ആൽക്കൈൽ കാഡ്മിയം എന്നാണ്. ഡൈ ആൽക്കൈൽ കാഡ്മിയം. ഓക്കെ. ഈ ഡൈ ആൽക്കൈൽ കാഡ്മിയവും ഗ്രിഗ്നാർഡ് റിയേജൻറ്റും തമ്മിൽ റിയാക്ട് ചെയ്താൽ കീറ്റോൺ കിട്ടും. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ R ഉണ്ട്, ഡൈ ആൽക്കൈൽ കാഡ്മിയത്തിൽ എന്തുമുണ്ട് പറ? സോറി, ഗ്രിഗ്നാർഡ് റിയേജൻ്റ് അല്ല കേട്ടോ, ഇവിടെ എഴുതിയത് മാറിപ്പോയി. ഗ്രിഗ്നാർഡ് റിയേജൻ്റ് അല്ല, ആസിഡ് ക്ലോറൈഡ് ആണ് കേട്ടോ. RCOCl ആണ്, ഞാൻ എഴുതിയത് മാറിപ്പോയി. ആസിഡ് ക്ലോറൈഡ്. ഓക്കെ, ഗ്രിഗ്നാർഡ് റിയേജൻ്റ് അല്ല കേട്ടോ മോനെ, ഒന്ന് നോട്ട് ചെയ്യണേ. ആസിഡ് ക്ലോറൈഡും ഡൈ ആൽക്കൈൽ കാഡ്മിയവും തമ്മിലാണ്. അപ്പോൾ നോക്കണേ, ഇവിടെ ഒരു R ഉണ്ട്, ഇവിടെ ഒരു CO ഉണ്ട്. അത് ഞാൻ അങ്ങനെ തന്നെ എഴുതി, RCO. ഇനി ഡൈ ആൽക്കൈൽ കാഡ്മിയത്തിൽ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് R' ആണ്. അപ്പോൾ ആ R' ഇവിടെ വന്ന് ഫിറ്റ് ആവും. അപ്പോൾ RCOR' എന്ന് പറയുന്ന ഒരു കീറ്റോണിനെ ഉണ്ടാക്കാൻ ആസിഡ് ക്ലോറൈഡും ഡൈ ആൽക്കൈൽ കാഡ്മിയവും തമ്മിൽ റിയാക്ട് ചെയ്യിപ്പിച്ചാൽ മതി. മോനെ ഇതൊന്ന് ബാലൻസ് ചെയ്യണമെങ്കിൽ എനിക്കിവിടെ 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 R ആയി, ഇവിടെ 2 R' ആയി. സോ ഇവിടെ 2 കീറ്റോൺ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് കീറ്റോണിനെ ഉണ്ടാക്കുക? ആസിഡ് ക്ലോറൈഡും ഡൈ ആൽക്കൈൽ കാഡ്മിയവും തമ്മിൽ റിയാക്ട് ചെയ്താൽ മതി. നീറ്റ് JEE റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ അനൗൺസ്മെൻറ്റ് ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 മിനിറ്റ് ഒന്ന് തന്നെ കേൾക്കണേ. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് വാങ്ങിത്തരാം എന്നുള്ള ഭീകരമായ വാഗ്ദാനങ്ങളല്ല ഞാൻ പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് എത്താൻ പറ്റിയതിലെ മാക്സിമത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റും. ഇവിടെ ഞങ്ങളുടെ കൂടെ നിന്ന് +2ൻ്റെ കൂടെ എൻട്രൻസ് വാങ്ങി പോകുന്ന, MBBS വാങ്ങി പോകുന്ന ഒരുപാട് മക്കളുണ്ട്. +2ൻ്റെ കൂടെ NITയിലും കുസാറ്റിലും കേരളത്തിലെ വളരെ പ്രസിദ്ധമായ പല എഞ്ചിനീയറിംഗ് കോളേജിലും എഞ്ചിനീയറിങ്ങിന് BTechന് ജോയിൻ ചെയ്യുന്ന ഒരുപാട് മക്കളുണ്ട്. ഒരു വർഷം ഞങ്ങളോട് കൂടെ റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ തീരുമാനമെടുത്താൽ ആ ഒരു കൊല്ലം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നതിലെ മാക്സിമം പെർഫോമൻസ്, എഫേർട്ട് നിങ്ങൾ ഞങ്ങളോട് കൂടെ എടുത്തിരിക്കും. കേരളത്തിലെ വേറെ ഏതൊരു കോച്ചിങ് സെൻറ്ററിനും അവകാശപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള കോച്ചിങ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ക്ലാസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ക്ലാസ്സൊക്കെ എല്ലാവരും നല്ല പോലെയാണ് എല്ലാവരും ക്ലാസ് കൊടുക്കണേ. പക്ഷേ ഇത് കുട്ടി പഠിച്ചോ എന്ന ഭാഗത്ത് ഞങ്ങളെപ്പോലെ ഇടപെടുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടില്ല. എല്ലാ ദിവസവും എക്സാം നടത്തിയിട്ടും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് റിവിഷൻ നടത്തിയിട്ടും നിങ്ങളെക്കൊണ്ട് പണിയെടുപ്പിച്ച്, നിങ്ങളെക്കൊണ്ട് നീറ്റ് JEE മോഡൽ എക്സാംസ് അങ്ങോട്ട് എഴുതിപ്പിച്ച് നിങ്ങളെ എക്സാമിനോട് അങ്ങോട്ട് ഫെമിലിയർ ആക്കുന്ന ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. 5000 ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോഴേ സീറ്റ് ബുക്ക് ചെയ്യാം. ഞങ്ങൾക്ക് ഒരുപാട് സീറ്റുകളില്ല. ഞങ്ങളുടെ അടുത്തേക്ക് ആദ്യം വരുന്ന വിദ്യാർത്ഥികളെ ഞങ്ങൾ അഡ്മിഷൻ എടുക്കും.
ആ ആദ്യം വരുന്ന വിദ്യാർത്ഥികൾ 210 പേരെയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് ജസ്റ്റ് ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് വെച്ചേക്കുക. നമുക്ക് നേരിട്ട് സംസാരിക്കാം. ചാപ്റ്ററിലേക്ക് തിരിച്ചു പോകാം മോനെ. ഇനി ആൽഡിഹൈഡ് കീറ്റോണുകൾ കാണിക്കുന്ന കുറച്ച് റിയാക്ഷൻസ് ആണ്, കെമിക്കൽ റിയാക്ഷൻസ് ആണ് പറയാൻ പോണേ. അതിലേറ്റവും പ്രസിദ്ധമാണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. ആൽഡിഹൈഡും കീറ്റോണും ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ തരും. ആൽഡിഹൈഡാണ് നന്നായി തരിക. അതെന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ ഓരോരോ ഹെഡിങ്ങുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ പ്രധാനമായി 4 ഹെഡിങ് ആണുള്ളത്. വിത്ത് HCN. എടാ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ആരാ? RC ഡബിൾ ബോണ്ട് OH. കീറ്റോൺ എന്ന് പറഞ്ഞാൽ ആരാ? RC ഡബിൾ ബോണ്ട് OR. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു C ഡബിൾ ബോണ്ട് O എന്ന ഗ്രൂപ്പ് കാണാൻ പറ്റും. ഈ C ഡബിൾ ബോണ്ട് O എന്ന ഗ്രൂപ്പാണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പിനെ മാത്രമേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ 2 സൈഡിലും R ആണെങ്കിൽ ഇത് കീറ്റോണായി, ഒരു സൈഡിലെങ്കിലും H വന്നാൽ ഇത് ആൽഡിഹൈഡായി. അപ്പോൾ ആൽഡിഹൈഡ് ആണെങ്കിലും കീറ്റോൺ ആണെങ്കിലും റിയാക്ഷൻ ഒരുപോലെയാണ്. അപ്പോൾ പിന്നെ ഞാനിവിടെ ഇതാരാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ആൽഡിഹൈഡ് മാത്രമേ തരുള്ളൂ, അല്ലെങ്കിൽ കീറ്റോൺ മാത്രമേ തരുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ആൽഡിഹൈഡും കീറ്റോണിനൊക്കെ ഒരേ റിയാക്ഷനാണ്. മാറ്റം വരുന്ന ഭാഗം മാത്രം ഞാൻ എടുത്ത് കാണിക്കുകയാണ്. ശ്രദ്ധിക്കണം മോനെ. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടാകും. ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആകുമ്പോൾ നിങ്ങളൊന്ന് ഉറപ്പിച്ചോ, ഈ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിച്ചാൽ ബാക്കി എല്ലായിടത്തും നിങ്ങൾക്കത് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്സിജന് നെഗറ്റീവ് ചാർജാണ് കിട്ടുക, കാർബണിന് പോസിറ്റീവ് ചാർജുമാണ് കിട്ടുക. ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആകുമ്പോൾ ഓക്സിജന് നെഗറ്റീവ് ചാർജും കിട്ടും, കാർബണിന് പോസിറ്റീവ് ചാർജും കിട്ടും. HCN 2 അയോണില്ലടാ, H+ഉം CN-ഉം. പരിപാടി കഴിഞ്ഞു. ഇനി ആരെങ്ങോട്ട് പോകുന്നുള്ളതിൽ ചർച്ചയില്ല. പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജൻ നെഗറ്റീവ് ചാർജുള്ള ഓക്സിജനിലേക്കല്ലേ പോവുക, ഓപ്പോസിറ്റ് ചാർജ്. നെഗറ്റീവ് ചാർജുള്ള സയനൈഡ് ഈ കാർബണിലേക്കും പോകും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാവുക? ദാ C ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി, ഓക്സിജനിലേക്ക് ഹൈഡ്രജൻ വന്നു, സയനൈഡ് കാർബണിലേക്ക് വന്നു. ആൻഡ് ദിസ് കോമ്പൗണ്ട് ഈസ് കോൾഡ് സയാനോഹൈഡ്രീൻ. എന്താടാ? സയാനോഹൈഡ്രീൻ. ഹൈഡ്രീൻ. അപ്പോൾ HCN-ഉമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താണ് കിട്ടുക? സയാനോഹൈഡ്രീൻ. ഇനി അതിന് കുറേ എക്സാമ്പിളൊന്നും ചെയ്ത് പഠിക്കണ്ട. ഈ സാധനം ഹൃദയത്തിലുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങോട്ട് നോക്കിയേ. CH3CH ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. പ്ലസ് HCN ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് വന്നതെന്ന് വിചാരിക്കുക. നീ എന്ത് ചെയ്യണമെന്ന് അറിയോ? CH3 CHO എന്നതിനെ C ഡബിൾ ബോണ്ട് OH എന്ന് മാറ്റി എഴുതുക. എന്നിട്ട് HCN എന്ന് എഴുതുക. HCN ആണേ. എന്ത് സംഭവിക്കുന്ന ഞാൻ പറഞ്ഞേ? ഹൈഡ്രജൻ ഓക്സിജനിലേക്കും പോകും, സയനൈഡ് കാർബണിലേക്കും പോകും. അതെങ്ങനെ പോകാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താടാ? CH3 സിംഗിൾ ബോണ്ട് C. ഓക്കെ, മുകളിലേക്കുള്ള ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് OH ആവും. ഈ കാർബണിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, അതിനെ ഞാൻ H എന്ന് എഴുതുകയാണ്. ഇനി അതിലേക്ക് ഈ സയനൈഡും കൂടിയാണ് വരും. ഇതാ CN-ഉം കൂടി വന്നു. ദിസ് ഈസ് സയനോഹൈഡ്രീൻ. അസറ്റാൽഡിഹൈഡ് സയനോഹൈഡ്രീൻ എന്നൊക്കെ അതിൻ്റെ പേര് വിളിക്കും. വിട്ടേക്ക് മോനെ. ഇനി ഇവിടെ ആരാണെങ്കിലും സെയിം റിയാക്ഷനാണ്. മാറ്റം സംഭവിക്കുന്ന ഭാഗം എങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആര് വന്നാലും നമുക്ക് എന്താണ്? NaHSO3 ആണ് ആഡ് ചെയ്യുന്നത് മോനെ. NAക്ക് പ്ലസ് ചാർജും HSO3ക്ക് മൈനസ് ചാർജും ആണെന്ന് മനസ്സിലായാൽ റിയാക്ഷൻ കഴിഞ്ഞു. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടാകും. പോസിറ്റീവ് ചാർജുള്ള Na നെഗറ്റീവ് ചാർജുള്ള ഓക്സിജനിലേക്ക് വരും. SO3H അഥവാ HSO3 ഈ കാർബണിലേക്ക് വരും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് കിട്ടി ONaSO3H. മോനെ ഇതിനെ ബൈ സൾഫൈറ്റ് അഡീഷൻ പ്രൊഡക്റ്റ് എന്നാണ് പേര് വിളിക്കുക. ബൈ സൾഫൈറ്റ് അഡീഷൻ പ്രൊഡക്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലായിടത്തും ഒരേ മെത്തേഡാണ്. നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ആൽക്കഹോളുമായിട്ട് റിയാക്ഷൻ നടന്നാൽ എങ്ങനെയാണ്? എടാ ആൽക്കഹോളിൽ H+ ഉണ്ട്, ബാക്കിയുള്ള ആൾ OR- ഉണ്ടാവും. കഴിഞ്ഞു. അതറിഞ്ഞാൽ ബാക്കി കഴിഞ്ഞല്ലോ. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടാവും. ആ പോസിറ്റീവ് ചാർജുള്ള H ഈ ഓക്സിജനിലേക്ക് വരും. അപ്പം നെഗറ്റീവ് ചാർജുള്ള OR- ഡയറക്റ്റ് ഈ കാർബണിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ കിട്ടും. കാർബണിൽ ഒരു OH ഉണ്ടാകും, ഒരു OR ഉണ്ടാകും. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഹെമി അസെറ്റാൽ. എന്താണ് പേര്? ഹെമി അസെറ്റാൽ. ഇവിടെ റിയാക്ഷൻ അവസാനിക്കുന്നില്ല. ഒരു മോൾ ആൽക്കഹോൾ കൂടി ഇനിയും വരും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ നിന്ന് OH-ഉം ഇവിടെ നിന്ന് H കൊണ്ട് പോകും. ഇവിടുത്തെ OH-ഉം ഇവിടുത്തെ H-ഉം പോയാൽ അവിടെ H2O എലിമിനേറ്റ് ചെയ്തില്ലേടാ. ബാക്കി ഇവിടെ ആരാടാ ഉള്ളത്? OR അല്ലേ ഉള്ളത്. ആ OR ഇങ്ങോട്ട് കയറിയിരിക്കും. അപ്പോൾ ഫൈനലി കിട്ടുന്ന പ്രൊഡക്റ്റിൽ ഇവിടെ ഒരു OR ഓൾറെഡി ഉണ്ട്, ഇവിടുത്തെ OH-ഉം കൂടി പോയിട്ട് അവിടെ വീണ്ടും OR ആയി. ആൻഡ് ദിസ് ഈസ് കോൾഡ് അസെറ്റാൽ. അപ്പോൾ ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്താൽ ഫൈനലി കിട്ടുന്ന പ്രൊഡക്റ്റ് അസെറ്റാലാണ്. അതിൻ്റെ ഇടയിലുള്ള ഒരു അവസ്ഥയാണ് ഹെമി അസെറ്റാൽ. നാലാമത്തത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ആരാണ്? റിയാക്ഷൻ വിത്ത് അമോണിയ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. അമോണിയയും അതിൻ്റെ ഒരു 6-7 ഡെറിവേറ്റീവ്സിൻ്റെയും അഡീഷൻ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരാളെ മനസ്സിലായാൽ ബാക്കിയെല്ലാം മനസ്സിലാവും. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ അമോണിയ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സിൽ ഒന്നാമത്തെ ആൾ അമോണിയ തന്നെയാണ്. അമോണിയ എന്ന് പറഞ്ഞാൽ NH3 അല്ലേടാ. ആ NH3 ഞാൻ എങ്ങനെയാണ് ഇവിടെ എഴുതിയത് എന്നൊന്ന് ശ്രദ്ധിച്ചേ. ഇതാരാ നിങ്ങൾക്ക് മനസ്സിലായി?
ഇത് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ, സി ഡബിൾ ബോണ്ടോ എന്ന ഗ്രൂപ്പ്. ഇതാരാന്ന് നോക്കിക്കേ, ഇതാരാണെന്ന് നോക്കിക്കേ, NH2H എന്ന് പറഞ്ഞാൽ അമോണിയ. അപ്പോൾ ഞാൻ എന്തിനെങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ എല്ലാത്തിനെയും ഇനി കിട്ടുന്ന എല്ലാത്തിനെയും നമ്മളിവിടെ NH2 എന്ന ഫോർമാറ്റിൽ മാറ്റിയിട്ട് ബാക്കി എന്താണോ വരുന്നത് വെച്ചെങ്കിൽ പുറത്ത് എഴുതിയാൽ മതി. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ നൈട്രജൻ്റെ കൂടെയുള്ള 2 ഹൈഡ്രജനും ഈ ഓക്സിജനും വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ ബാക്കി കിട്ടുന്ന ആളെ എഴുതാൻ ഭയങ്കര എളുപ്പമാണ്. ഇവിടെ ആരാളുള്ളത്? സി, ശരിയല്ലേടാ? ആ ഡബിൾ ബോണ്ട് ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓക്സിജൻ പോയി. ഈ ഹൈഡ്രജൻ ഇവിടെ നിന്ന് പോയി, ബാക്കി അവിടെ ആരാളുള്ളത്? നൈട്രജൻ ഉണ്ട്. അത് ഡയറക്റ്റ് ആ നൈട്രജനിലേക്ക് ഡബിൾ ബോണ്ട് ഉണ്ടാക്കും. ആ നൈട്രജൻ്റെ കൂടെ ഇനി ബാക്കിയുള്ളത് ഒരു H മാത്രമാണ്. അപ്പോൾ അമോണിയ എന്ന് പറഞ്ഞാൽ NH3, അതിലെ 2 ഹൈഡ്രജൻ പോയി, ബാക്കി ഒരു ഹൈഡ്രജൻ ഉണ്ടാവും. അപ്പോൾ ആ 2 ഹൈഡ്രജൻ പോകാനുള്ള 2 ഹൈഡ്രജനെ ഈ ഭാഗത്തേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഇമീൻ. ഇവനെ വിളിക്കുന്ന പേരാണ് ഇമീൻ. അമോണിയ ആൽഡിഹൈഡ് കീറ്റോണുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന ആളാണ് ഇമീൻ. അടുത്തത് പ്രൈമറി അമീൻ. NH2 എന്ന് പറഞ്ഞാൽ ആരാടാ? പ്രൈമറി അമീൻ. പ്രൈമറി അമീൻ റിയാക്ട് ചെയ്താൽ എങ്ങനെയാണ്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, NH2 എന്നുള്ളൊരു ഗ്രൂപ്പിനെ ഈ മൂലക്കൊക്കെ ഇങ്ങോട്ട് മാറ്റി എഴുതുക. എന്നിട്ട് ബാക്കി എന്താ ഉള്ളത് വെച്ചെങ്കിൽ ആ തലക്കൊക്കെ മാറ്റി എഴുതുക. അപ്പോൾ NH2 ഇങ്ങോട്ട് എഴുതിയാൽ ബാക്കി ഇവിടെ ഒരു 6 ഉള്ളത്, 6 ഇങ്ങോട്ട് ഇട്ടു. മോനെ റിയാക്ഷൻ സിമ്പിളാണ്. ഇവിടുന്ന് ഓക്സിജനും ഇവിടുന്ന് 2 ഹൈഡ്രജനും പോകും, അപ്പോൾ വാട്ടർ പോയി. ബാക്കി എന്താ ഉണ്ടാവുക? ദാ സി ഡബിൾ ബോണ്ട് N, ഇവിടെ R എന്ന് വരും. ഇങ്ങനെയല്ലടാ വരിക. ദിസ് ഈസ് കോൾഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമീൻ. എന്താ പേര്? സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമീൻ എന്നാണ് ഇവൻ്റെ പേര്. ഓക്കെ, ഓർ ഇറ്റ് ഈസ് കോൾഡ് ഷിഫ്സ് ബേസ്. ഷിഫ്സ് ബേസ് എന്നും ഇതിനെ പേര് വിളിക്കും. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമീൻ ഓർ ഷിഫ്സ് ബേസ്. ഇനിയൊക്കെ സിമ്പിൾ. ഇതാ NH2OH. ഇതാ NH2OHനെ ഇങ്ങനെ എഴുതി, ഇവിടുന്ന് O പോയി, ഇവിടുന്ന് H 2 ഹൈഡ്രജൻ പോയി. എന്താ കിട്ടുക എന്നുള്ളത് നിങ്ങൾ എഴുതി നോക്ക്. ദാറ്റ് ഈസ് കോൾഡ് ഓക്സൈം. ഇനി അതിൻ്റെ ചിത്രം നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചു, അതിൻ്റെ പേര് ഞാൻ പഠിപ്പിച്ചുതരാം. ഇവൻ്റെ പേരെന്താ? NH2. ഇവൻ്റെ പേരാണ് ഹൈഡ്രസീൻ. ഹൈഡ്രസീൻ എന്നാണ് പേര് കേട്ടോ. അപ്പോൾ ഹൈഡ്രസീൻ യൂസ് ചെയ്താൽ ദ NH2 എന്നുള്ള ഹൈഡ്രസീനിൽ ഒരു NH2 ഇങ്ങോട്ട് എഴുതി, അപ്പോൾ ഇവിടുന്ന് ഓക്സിജൻ പോയി, 2 ഹൈഡ്രജൻ പോയി. ക്ലിയർ അല്ലേ? ബാക്കി എന്താ കിട്ടുക എന്നുള്ളത് നിങ്ങൾ വരച്ച് നോക്കുക. അതിൻ്റെ പേര് ഹൈഡ്രസോൺ എന്നായിരിക്കും. ഹൈഡ്രസോൺ എന്നായിരിക്കും. അടുത്താണ് 2,4 ഫിനൈൽ ഹൈഡ്രസീൻ. ഇതിനെ 2,4-DNP എന്ന് ഷോർട്ട് ആക്കാറുണ്ട്. 2,4-DNP. ഇനി എല്ലായിടത്തും സെയിം റിയാക്ഷനാണ്. 2,4 ഫിനൈൽ ഹൈഡ്രസീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇതല്ലേടാ ഹൈഡ്രസീൻ. ഈ ഹൈഡ്രസീനിലെ ഒരു ഹൈഡ്രജൻ ഇവിടെ റിമൂവ് ചെയ്തു, ഒരു ഹൈഡ്രജൻ പോയി. അപ്പോൾ ഇവിടെ NH2NH എന്നായി. എന്നിട്ട് അതിലൊരു ബെൻസീൻ റിംഗ് ഉണ്ട്. ആ ബെൻസീൻ റിംഗിൽ 2ാമത്തെയും 4ാമത്തെയും പൊസിഷനിൽ NO2 ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇയാളുടെ പേര് വന്നത് 2,4 ഫിനൈൽ ഹൈഡ്രസീൻ. 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ എന്നാണ്. ഡൈനൈട്രോ എന്നൊരു വാക്യാണ് ഇവിടെ വിട്ടു. 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ. 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീനിൽ ഇതാണല്ലോ ആള്. സെയിം റിയാക്ഷൻ. ഇവിടുന്ന് ഓക്സിജൻ പോയി, ഇവിടുന്ന് ഹൈഡ്രജൻ പോയി. അപ്പോൾ എൻ്റെ കിട്ടുന്ന പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാകും നിങ്ങൾ വരച്ച് നോക്ക്. ഒരു സമാധാനത്തിന് ഞാൻ വരയ്ക്കുന്നുണ്ട്. N, ഇവിടെ NH, ഇവിടെ ഒരു ബെൻസീൻ റിംഗ് ഉണ്ടാകും. അതിൻ്റെ 2ാമത്തെയും 4ാമത്തെയും പൊസിഷനിൽ NO2 ഉണ്ടാകും. ഒരു വ്യത്യാസമില്ലടാ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എൻ്റെ പേരെന്താ? 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ എന്നാകും. ഹൈഡ്രസീൻ എന്നത് ഹൈഡ്രസോൺ എന്നാകും. ക്ലിയർ അല്ലേ? ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് സെമി കാർബസൈഡ്. സെമി കാർബസൈഡ് ആരാണ് എന്ന് നിങ്ങൾ അറിയേണ്ടതുള്ളൂ. ഇതാ പഠിച്ചോ, NH2, NH, CONH2. ഇവനാണ് സെമി കാർബസൈഡ്. അപ്പോൾ ഇവിടുന്ന് ഓക്സിജൻ പോകും, ഇവിടുന്ന് 2 ഹൈഡ്രജൻ പോകും. ഈ ഡബിൾ ബോണ്ട് നേരെ നൈട്രജനിലേക്ക് ഫിറ്റ് ആകും. കിട്ടുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ ചിത്രം വരയ്ക്കുക. എൻ്റെ പേര് ഞാനിവിടെ എഴുതുന്നുണ്ട്, സെമി കാർബസോൺ എന്നാണ് ഇവൻ്റെ പേര്. ഓക്കെ അല്ലേ? എടാ, ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ മോർ റിയാക്റ്റീവ്? നേരത്തെ ഞാനത് ചെറിയ രൂപത്തിൽ പരാമർശിച്ചു. ആൽഡിഹൈഡ് ആണ് മോർ റിയാക്റ്റീവ്. ന്യൂക്ലിയോഫിലിക് അഡീഷനിൽ ആൽഡിഹൈഡ് ആണ് മോർ റിയാക്റ്റീവ്. അതെന്തുകൊണ്ട് എന്നാണ് ചോദ്യം. റീസൺ. എടാ, ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ RC ഡബിൾ ബോണ്ട് OH ആണ്. കീറ്റോൺ എന്ന് പറഞ്ഞാൽ RC ഡബിൾ ബോണ്ട് OR ആണ്. നിങ്ങൾക്കറിയാം ഈ R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്. അത് അത്യാവശ്യം വലിയ ഗ്രൂപ്പായിരിക്കും. ഹൈഡ്രജൻ വളരെ ചെറിയ ആളായിരിക്കും. ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഇവിടെയും ആൽക്കൈൽ ഗ്രൂപ്പ്, ഇവിടെയും ആൽക്കൈൽ ഗ്രൂപ്പ് വലിയ ആളാണ്. അപ്പോൾ വലിയ ആൾക്കാർ വരുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഈ ന്യൂക്ലിയോഫൈലിൻ ഇങ്ങനെ വരാൻ വലിയ ആളാവുമ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ വരേണ്ടപ്പോൾ അറ്റാക്ക് ചെയ്യാൻ അവിടെ എത്തണ്ടേ. ആ എഫക്റ്റിനെയാണ് നമ്മൾ സ്റ്റെറിക് എഫക്റ്റ് എന്ന് പേര് വിളിക്കുക. എന്താണ് പേര്? സ്റ്റെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാർ കാരണം ഉണ്ടാകുന്ന തിക്കും തിരക്കുമാണ്. അപ്പോൾ ആൽഡിഹൈഡ് മോർ റിയാക്റ്റീവാണ്, കാരണം അവിടെ സ്റ്റെറിക് എഫക്റ്റ് കുറവാണ്. കീറ്റോൺസ് ലെസ് റിയാക്റ്റീവാണ്, കാരണം അവിടെ സ്റ്റെറിക് എഫക്റ്റ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ന്യൂക്ലിയോഫൈലിൻ്റെ അറ്റാക്ക് പോസിബിൾ അല്ല. ഇത് 2 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാറുണ്ട്. മോനെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൺവേർഷനാണ്. കുഞ്ഞെ, ഇതാരടാ? RCHO ആൽഡിഹൈഡാണ്. നിങ്ങൾ നോക്കണേ, ഒരു കൺവേർഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഈ CHO എന്ന ഗ്രൂപ്പ് CH3 എന്നായി മാറി. അഥവാ അൾട്ടിമേറ്റ് റിഡക്ഷൻ നടന്ന് ഇതൊരു ഹൈഡ്രോ കാർബണായി മാറി.
അപ്പോൾ ഇവിടെ മാറ്റം വന്നതായിരിക്കാം, CHO ഗ്രൂപ്പ് CH3 ആകുന്നു. രണ്ടാമത്തതിൽ കീറ്റോണിൻ്റെ CO ഗ്രൂപ്പ് CH2 ആകുന്നു. ഇങ്ങനെ ഏറ്റവും അൾട്ടിമേറ്റ് റിഡക്ഷൻ നടത്താൻ നമുക്ക് 2 റിയേജൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നിരിക്കൽ NH2 പേരെന്താ ഞാനിപ്പോൾ പറഞ്ഞു, ഹൈഡ്രസീൻ ബാർ KOH യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സിങ്ക് അമാൽഗം ബാർ HCl യൂസ് ചെയ്യാം. സിങ്ക് അമാൽഗം എന്നാണ് വായിക്കുക, മെർക്കുറിയാണ് അമാൽഗം. ഈ 2 റിയേജൻറ്റിൽ ഏത് യൂസ് ചെയ്താലും ഈ CHO എന്ന ഗ്രൂപ്പ് CH3 ആകും, CO എന്ന ഗ്രൂപ്പ് CH2 ആകും. ഇത് രണ്ടും ചെയ്യാൻ രണ്ടാൾക്കും പറ്റും എന്നർത്ഥം. ഇയാൾക്ക് തന്നെ ഇത് രണ്ടും നടത്താം, ഇയാൾക്കും ഇത് രണ്ടും നടത്താം. ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ബെൻസിനെങ്കിൽ CHO, അതിൽ ഹൈഡ്രസീൻ ബാർ KOH യൂസ് ചെയ്തു, ഒന്നും നോക്കണ്ട, CHO എന്നുള്ള ഗ്രൂപ്പ് CH3 ആകും, ടോളവീൻ ആകും. ഇതാരാ? അസറ്റോൺ അല്ലേ? അസറ്റോണിലേക്ക് സിങ്ക് അമാൽഗം ബാർ HCl യൂസ് ചെയ്താൽ എന്താകും? മാറ്റം വരുന്ന ഭാഗം ഇയാളാണ്, CO എന്ന ഗ്രൂപ്പ് CH2 ആകും. അപ്പോൾ CHOയെ CH3യും COയെ CH2 ആക്കി മാറ്റാൻ കഴിവുള്ള 2 പ്രധാനപ്പെട്ട റിയേജൻ്റ് ഉണ്ട്. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇനിയാണ് ഞാൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വാക്ക് പറയുന്നത്, ശരിക്കും ശ്രദ്ധിച്ചോ. ഹൈഡ്രസീൻ ബാർ KOH ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ. കേട്ടിട്ടില്ലേടാ? വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ. സിങ്ക് അമാൽഗം ബാർ HCl ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് ക്ലമെൻസൻസ് റിഡക്ഷൻ. ക്ലമെൻസൻസ് റിഡക്ഷൻ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കൂട്ടോ. വോൾഫ്-കിഷ്ണറോ ക്ലമെൻസനോ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും മോനെ. അപ്പോൾ ഇയാൾ ഏതാ റിയാക്ഷൻ? ഈ റിയേജൻ്റ് ആരാണെന്ന് നോക്കിയാൽ മതി. വോൾഫ്-കിഷ്ണർ ആണെങ്കിലും ക്ലമെൻസൺ ആണെങ്കിലും റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റൊക്കെ ഒരേപോലെ ഉണ്ടാവുക, റിയേജൻറ്റിനനുസരിച്ചാണ് പേര് മാറുക. അപ്പോൾ ഹൈഡ്രസീൻ ബാർ KOH ആണ് യൂസ് ചെയ്തത്, സോ ദിസ് ഈസ് വോൾഫ്-കിഷ്ണർ. മനസ്സിലായില്ലേ? ഇവിടെ ഉപയോഗിക്കുന്നത് സിങ്ക് അമാൽഗം ബാർ HCl ആണ്, സോ ദിസ് ഈസ് ക്ലമെൻസൻസ്. അപ്പോൾ ക്ലമെൻസൻസ് റിഡക്ഷനോ വോൾഫ്-കിഷ്ണർ റിഡക്ഷനോ പരീക്ഷയ്ക്ക് ചോദിക്കും. ആൽഡിഹൈഡ് കീറ്റോണുകളുടെ ഓക്സിഡേഷൻ്റെ ഭാഗമാണ് മോനെ. സിമ്പിളായിട്ടൊന്ന് ഹൃദയത്തിലേക്ക് ആവാഹിച്ചോ. ആൽഡിഹൈഡുകൾക്ക് ഓക്സിഡേഷൻ നടന്നാൽ കാർബോക്സിലിക് ആസിഡ് കിട്ടും, കീറ്റോണുകൾക്ക് ഓക്സിഡേഷൻ നടക്കില്ല. ഇതാണ് അടിസ്ഥാനം. ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡാക്കി മാറ്റാൻ പറ്റുന്ന 4 റിയേജൻ്റ് ഉണ്ട്. കീറ്റോണിന് ഇല്ലല്ലോ. ആ 4 റിയേജൻ്റ്, ഒന്ന് ടൊളൻസ് റിയേജൻ്റ്, ഫെലിങ്സ് റിയേജൻ്റ്, ബെനഡിക്സ് റിയേജൻ്റ്. നോട്ട് ചെയ്യണേ, ബെനഡിക്സ് റിയേജൻ്റ്, ബ്രോമിൻ ബാർ H2O അഥവാ ബ്രോമിൻ വാട്ടർ. ഈ 4 ആൾക്കാർക്കും ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ആൽഡിഹൈഡും കീറ്റോണും തമ്മിൽ വ്യത്യാസം കാണിക്കുന്ന ഒരു റിയാക്ഷനാണ് ഓക്സിഡേഷൻ എന്നതുകൊണ്ട് ഈ റിയാക്ഷൻസ് നമുക്ക് ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റായിട്ട് യൂസ് ചെയ്യാം. അതിന് എക്സാമ്പിളാണ് ഒന്ന് ടോളൻസ് ടെസ്റ്റ്. എക്സ്പ്ലെയിൻ ടോളൻസ് ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന കാര്യങ്ങൾ നിൻ്റെ ആൻസറിൽ ഉണ്ടായിരിക്കൽ ഫർളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ടോളൻസ് റിയേജൻ്റ് ആരാണെന്ന് എഴുതണം. പഠിച്ചോടാ, എൻ്റെ കൂടെ പറ. അമോണിയേക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനാണ് ടോളൻസ് റിയേജൻ്റ്. നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഇത് അറിയാം, അറിയാത്തവരൊന്ന് വേഗം പഠിക്കും. ആൽഡിഹൈഡിലേക്ക് ടോളൻസ് റിയേജൻ്റ് ഇട്ടാലേ അവിടെ എന്തൊക്കെയോ നടക്കും, അഥവാ ഓക്സിഡേഷൻ നടക്കും. ഇത് നടന്നു എന്ന് നമുക്കെങ്ങനെ മനസ്സിലാവുക എന്നറിയോ? ആ ടെസ്റ്റ് ട്യൂബ് ഒരു സിൽവർ കളറായിട്ട് മാറും. അപ്പോൾ അത് പോസിറ്റീവ് ടെസ്റ്റാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ടെസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ ഡൗട്ട് വന്നാൽ കുറച്ച് ടോളൻസ് റിയേജൻ്റ് ഒഴിച്ചിട്ട് വെയിറ്റ് ചെയ്യുക. അത് സിൽവർ കളർ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ റിയാക്ഷൻ നടന്നു, ഇയാൾ ആൽഡിഹൈഡ് ആണെന്ന് മനസ്സിലാക്കാം. ഫോം ചെയ്യുന്നില്ലെങ്കിൽ ഇയാൾ കീറ്റോൺ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആൽഡിഹൈഡിലേക്ക് ടോളൻസ് റിയേജൻ്റ് ഇട്ടാൽ സിൽവർ മിറർ ഫോർമേഷൻ നടക്കും. കീറ്റോണിലേക്ക് ടോളൻസ് റിയേജൻ്റ് ഇട്ടാൽ ഒരു മണ്ണാങ്കട്ടയും നടക്കില്ല, നോ റിയാക്ഷൻ. ഇനി അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ എന്താണെന്നും ആ പരീക്ഷയ്ക്ക് ആൻസറായിട്ട് നിങ്ങൾ എഴുതണം. അഥവാ ആൽഡിഹൈഡിന് മാത്രമല്ലേടാ റിയാക്ഷൻ നടക്കുള്ളൂ. ആൽഡിഹൈഡിലേക്ക് ടോളൻസ് റിയേജൻ്റ് ഇട്ടാൽ സിൽവർ മിറർ ഫോം ചെയ്യും. അതെന്തുകൊണ്ടാണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻ ഇതാണ്. ആൽഡിഹൈഡിലെ CHO എന്ന പാർട്ട് COO- ആയി മാറും. അഥവാ കാർബോക്സിലിക് ആസിഡ് COO- H+ ഉണ്ടാകും. പിന്നെ മാറ്റം വരുന്നതാണ്, COO- ആയിട്ട് മാറും. കൂട്ടത്തിലെ ബൈ പ്രൊഡക്റ്റ് സിൽവറാണ്. അപ്പോൾ ആ സിൽവർ നമ്മൾ ആ ഗ്ലാസ്സിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടാണ് അത് മിറർ ഫോർമേഷൻ നടക്കുന്നത്. ഗ്ലാസ്സിൽ സിൽവർ വന്നാൽ അത് മിററായി മാറിയല്ലോ. അപ്പോൾ അങ്ങനെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് സിൽവർ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്കവിടെ മിറർ ഫോം ചെയ്യാൻ പറ്റുന്നത്. കീറ്റോൺ ആണെങ്കിൽ ഈ റിയാക്ഷനേ നടക്കില്ല, അപ്പോൾ പിന്നെ സിൽവർ ഉണ്ടാവില്ല. കുഞ്ഞേ, ഇതുപോലെ ഫെലിങ്സ് ടെസ്റ്റും അറിയണം. അപ്പോൾ ആൽഡിഹൈഡും കീറ്റോണും തമ്മിൽ തരംതിരിക്കാനുള്ള 2 ടെസ്റ്റ് ഉണ്ട്. ഏതാണ്? ഒന്ന് ടോളൻസ് ടെസ്റ്റ്, മറ്റൊന്ന് ഫെലിങ്സ് ടെസ്റ്റ്. ഫെലിങ്സ് റിയേജൻ്റ് ആരാന്ന് പഠിച്ചോ. ഫെലിങ്സ് സൊല്യൂഷൻ 1 പ്ലസ് ഫെലിങ്സ് സൊല്യൂഷൻ 2 ഇത് രണ്ടും കൂട്ടിച്ചേർത്തതാണ് ഫെലിങ്സ് റിയേജൻ്റ്. അറിയാത്തവർ പഠിക്കണേ. ആരാണ് ഫെലിങ്സ് സൊല്യൂഷൻ 1? ആക്വസ് CuSO4. പഠിച്ചേക്ക് മോനെ, ഇപ്പോൾ ഇരുന്നാണ് പഠിച്ചേക്ക്. ആക്വസ് CuSO4 ആണ് ഫെലിങ്സ് സൊല്യൂഷൻ 1. ആരാണ് ഫെലിങ്സ് സൊല്യൂഷൻ 2? സോഡിയം പൊട്ടാസ്യം ടാർട്ടാറേറ്റ്. പേരൊന്ന് പഠിച്ചു നോക്കിയേ. സോഡിയം പൊട്ടാസ്യം ടാർട്ടാറേറ്റ്. ആരാടാ? സോഡിയം പൊട്ടാസ്യം ടാർട്ടാറേറ്റ് എന്ന് പറയുന്നവനാണ് ഫെലിങ്സ് സൊല്യൂഷൻ 2. അതിനെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ റോഷലെ സോൾട്ട് എന്നും പേര് വിളിക്കും.
അപ്പോൾ ഈ ഫെലിംഗ് സൊല്യൂഷൻ 1ഉം ഫെലിംഗ് സൊല്യൂഷൻ 2 മിക്സ് ചെയ്താൽ ഫെലിംഗ്സ് റിയേജൻ്റായി. ആ ഫെലിംഗ്സ് റിയേജൻ്റ് യൂസ് ചെയ്താണ് നമ്മൾ ആൽഡിഹൈഡും കീറ്റോണും തരംതിരിച്ച് മനസ്സിലാക്കുന്നത്. ആൽഡിഹൈഡിലേക്ക് ഫെലിംഗ്സ് റിയേജൻ്റ് ഇട്ടാൽ ഒരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. പക്ഷേ കീറ്റോണിലേക്ക് ഫെലിംഗ്സ് റിയേജൻ്റ് ഇട്ടാൽ ഒന്നും കിട്ടൂല. നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ആൽഡിഹൈഡിലേക്ക് ഇട്ടപ്പോൾ ഇങ്ങനെ ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടിയത്? ആൽഡിഹൈഡിലേക്ക് ഫെലിംഗ്സ് റിയേജൻ്റ് ഇട്ടാലുള്ള റിയാക്ഷൻ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. RCOO മൈനസും Cu2O എന്നൊരു കോമ്പൗണ്ട് കിട്ടും. ഈ Cu2O എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കളി മനസ്സിലായില്ലേ? ആൽഡിഹൈഡും കീറ്റോണും തമ്മിൽ തരംതിരിക്കാനുള്ള ടെസ്റ്റ് വളരെ കോമൺ ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചേക്കണം. ഹാലഫോം ടെസ്റ്റ്. എന്തിനാണ് ഹാലഫോം ടെസ്റ്റ്? എടാ എന്താണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്? ടു ചെക്ക് പ്രസൻസ് ഓഫ് മീഥൈൽ കീറ്റോൺ. ഓർത്ത് വെക്കണേ, മീഥൈൽ കീറ്റോൺ അഥവാ C+CH3 എന്നൊരു ഗ്രൂപ്പിൻ്റെ പേരാണ് മീഥൈൽ കീറ്റോൺ. ഈ ഗ്രൂപ്പ് ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റാണ് ഹാലഫോം ടെസ്റ്റ്. അപ്പോൾ കുറേ കോമ്പൗണ്ട് തന്നിട്ട് ഇതിലാർക്കൊക്കെ ഹാലഫോം ടെസ്റ്റ് കാണിക്കാൻ പറ്റും, ആർക്ക് പറ്റില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന ആളിൽ ഇങ്ങനൊരു കോമ്പൗണ്ട് ഉണ്ടോ നോക്കണം, ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടോ നോക്കണം. CH3 C ഡബിൾ ബോണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ CH3 COCH3 ഉണ്ട്. ഇതാ ഇങ്ങനെ ഒരു ഭാഗം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇയാൾക്ക് ഹാലഫോം ടെസ്റ്റ് കാണിക്കാൻ പറ്റും. CH3 CH2 C ഡബിൾ ബോണ്ടോ CH3 ഇതാ ഈ ഭാഗം ഇങ്ങനെയാണ്. അപ്പോൾ ഒരു മീഥൈൽ കീറ്റോൺ പാർട്ട് ഉണ്ട്, ഇയാൾക്കും കാണിക്കാൻ പറ്റും. ബെൻസീനിൽ CHO, നിങ്ങൾ ആ ബെൻസീനിലെ CHOയെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് C ഡബിൾ ബോണ്ട് OH എന്ന് വെറുതെ ഒന്ന് വരച്ചു നോക്ക്. എന്നാലും നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഉള്ളിൽ C ഡബിൾ ബോണ്ട് CH3 എന്നൊരു ഗ്രൂപ്പ് ഇതിൻ്റെ ഉള്ളിലില്ല. ഈ C ഡബിൾ ബോണ്ടോയുടെ ഒരു ഭാഗത്ത് H, അപ്പോൾ ആ ഭാഗത്തില്ല, മറ്റേ ഭാഗത്ത് ബെൻസീനിങ്. സോ ബെൻസാൽഡിഹൈഡ് കനോട്ട് ഷോ. ഫോർമാൽഡിഹൈഡ് ആണെങ്കിലോ എടാ HC ഡബിൾ ബോണ്ട് OH ഇതല്ലടാ ഫോർമാൽഡിഹൈഡ്. ഇതിലും C ഡബിൾ ബോണ്ട് CH3 എന്നൊരു ഗ്രൂപ്പ് എടുക്കാനില്ല. സോ ഹാലഫോം ടെസ്റ്റ് കാണിക്കില്ല. ഇങ്ങോട്ട് നോക്കിക്കേ, CH3 CH2 CO എന്ന് പറഞ്ഞാൽ C ഡബിൾ ബോണ്ടോ. CH2 CH3 പറ്റൂല. എന്തുകൊണ്ട് പറ്റില്ല? കാരണം ഈ C ഡബിൾ ബോണ്ടോയുടെ തൊട്ടടുത്ത് CH3 എന്ന് മാത്രം വരണം. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. ദ ബെൻസീൻ എങ്കിൽ COCH3 ഉണ്ട്. C ഡബിൾ ബോണ്ട് CH3 എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്, ഇയാൾക്ക് പറ്റും. അസറ്റാൽഡിഹൈഡും ചെക്ക് ചെയ്ത് നോക്കിയാൽ എല്ലാവരും CH3 CHO ഇയാൾക്ക് പറ്റുമോ പറ്റൂല എന്ന് നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് കണ്ടു നോക്കിയേ. നിങ്ങളുടെ ആൻസർ ഇങ്ങനെ ആയിരിക്കണേ. എടാ CH3 CHO എന്ന് മാറ്റി വരച്ച് കഴിഞ്ഞാൽ CH3 C ഡബിൾ ബോണ്ട് OH എന്നല്ല ഉണ്ടാവുക. സോ നമ്മൾ അന്വേഷിക്കുന്ന ഈ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. CH3 C ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ. സോ അസറ്റാൽഡിഹൈഡിന് ഹാലഫോം ടെസ്റ്റ് കാണിക്കാൻ പറ്റും. അപ്പോൾ ഹാലഫോം ടെസ്റ്റ് കാണിക്കാൻ പറ്റുന്ന ഒരാളാണ് ഇയാൾ. ഇങ്ങോട്ട് നോക്കിക്കേ, 6 C ഡബിൾ ബോണ്ട് CH3. ഇപ്പുറത്തുള്ള ഭാഗം എന്തോ ആയിക്കോട്ടെ, ഒരു ഭാഗത്ത് C ഡബിൾ ബോണ്ട് CH3 എന്ന ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഹാലഫോം ടെസ്റ്റ് കാണിക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഹാലഫോം ടെസ്റ്റിൻ്റെ റിയേജൻറ്റ് മരിച്ചാലും മറക്കരുത്, ഹാലജൻ ബാർ NaOH ആണ് മോനെ. ഹാലജൻ ബാർ NaOH. ഇനി ഇതിനെ തന്നെ NaOX ഇങ്ങനെയും കാണാം. രണ്ടും ഒരാളാണ്. NaOX. എക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആരുമാവാം, ഹാലജൻ മോനെ. അപ്പോൾ ഇയാൾക്ക് ഹാലഫോം ടെസ്റ്റ് കാണിക്കാൻ പറ്റും. ആരോ മാർക്കിന് മുകളിൽ ക്ലോറിനും NaOH ഉണ്ട്. ശരിക്കും മനസ്സിലാക്കണേ, C ഡബിൾ ബോണ്ട് CH3 എന്ന ഗ്രൂപ്പിലെ ഈ CH3 ഇവിടെ നിന്ന് അങ്ങോട്ട് പൊട്ടിപ്പോകും. CH3 പൊട്ടിപ്പോകും. എന്നിട്ട് ഇവിടെ എനിക്ക് എന്ത് കിട്ടും എന്നറിയോ? 6 C ഡബിൾ ബോണ്ട് അത് അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഈ CH3 പൊട്ടിയില്ലേ, അവിടേക്ക് ഇവിടുത്തെ ONA ഇങ്ങോട്ട് കയറി വരും. ഇതാ ഈ ONA എന്നുള്ള ഭാഗം ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ 6 C ഡബിൾ ബോണ്ട് ONA ആണ് പ്രൊഡക്റ്റ്. ബൈ പ്രൊഡക്റ്റ് ഹാലഫോം ആയിരിക്കും, CHCl3 ആയിരിക്കും. ചിലർക്ക് CH3Cl അല്ലേ എന്നൊക്കെ തോന്നും. അല്ല, CHCl3. എന്താടാ ഇവൻ്റെ പേര്? ക്ലോറോഫോം. അറിയാലോ, ക്ലോറോഫോം. അപ്പോൾ ബൈ പ്രൊഡക്റ്റ് ക്ലോറോഫോമാണ്. ഇവിടെ ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോഫോം, അയഡിൻ ആണെങ്കിൽ അയഡോഫോം. അപ്പോൾ ജനറലി ഹാലജൻ എന്നുള്ള രൂപത്തിൽ ഹാലഫോം ഉണ്ടാകുന്ന ആൾ ഹാലഫോം ആയതുകൊണ്ടാണ് ഈ ടെസ്റ്റിൻ്റെ പേര് ഹാലഫോം ടെസ്റ്റ് എന്ന് ഞങ്ങൾ പേര് വിളിച്ചത്. ആൽഡോൾ കണ്ടൻസേഷൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കുന്ന ഒരു സാധനം ഞാൻ സിമ്പിളാക്കി തരാൻ പോവാണ്. നോക്കിക്കോട്ടെടാ, 2 കാര്യം പഠിച്ചു വെച്ചോ. ആൽഡോൾ കണ്ടൻസേഷൻ്റെ കണ്ടീഷൻ, അതിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ആരാ ആൽഫ ഹൈഡ്രജൻ? ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആണ് ആൽഫ, അവിടെ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ഇതാ വേറെ ആൾ, ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് CHO, അത് അറ്റാച്ച് ചെയ്ത കാർബൺ ആണ് ആൽഫ, അവിടെ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ആരാണ് ഇതിൻ്റെ റിയേജൻറ്റ്? ഡൈല്യൂട്ട് ആൽക്കലിയാണ്, ഡൈല്യൂട്ട് NaOH അല്ലെങ്കിൽ KOH. ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഏറ്റവും സിമ്പിളായി ആൻസർ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. എടാ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. 2 മോളിക്യൂൾ CH3 CHO, ഉറപ്പായും ചോദിക്കുന്ന സാധനമാണ്. 2 മോളിക്യൂൾ CH3 CHO ഡൈല്യൂട്ട് NaOH. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം, ആഹാ ആൽഡോൾ കണ്ടൻസേഷൻ ആണല്ലോ. എടാ ആരോ മാർക്കിന് മുകളിൽ ഒന്നിരിക്കൽ ഡൈല്യൂട്ട് NaOH എന്ന് വന്നാൽ ഒന്നിരിക്കൽ അത് ആൽഡോൾ കണ്ടൻസേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കെനിസാരോ റിയാക്ഷൻ ആയിരിക്കും. കെനിസാരോ റിയാക്ഷൻ നമ്മളിനി പറയാൻ പോകണേ ഉള്ളൂ. ഇത് ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക?
അതിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടാണ്. ഇതിലിപ്പോൾ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ അത് ആൽഡോൾ കണ്ടൻസേഷനാണ്. എങ്ങനെയാണ് പ്രൊഡക്റ്റ് എഴുതാ അറിയോ? ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ രണ്ട് CH3CHO നിങ്ങൾ 2 തവണ എഴുതാം. CH3CHO പ്ലസ് CH3CHO 2 വട്ടം എഴുതാം. ഇനി എൻ്റെ ഡയലോഗ് ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ മോളിക്യൂളിലെ ഓക്സിജനും രണ്ടാമത്തെ മോളിക്യൂളിലെ 2 ആൽഫ ഹൈഡ്രജനും, എങ്ങനെയാണ് പറഞ്ഞത്? ഒന്നാമത്തെ മോളിക്യൂളിലെ ഓക്സിജനും രണ്ടാമത്തെ മോളിക്യൂളിലെ 2 ആൽഫ ഹൈഡ്രജനും വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്യും. പറഞ്ഞ ഡയലോഗ് ഒന്നുകൂടെ പറ. ഒന്നാമത്തെ മോളിക്യൂളിലെ ഓക്സിജനും ഇവിടുന്ന്, രണ്ടാമത്തെ മോളിക്യൂളിലെ 2 ആൽഫ ഹൈഡ്രജൻ, ഇതല്ലടാ ആൽഫ കാർബൺ, അവിടുത്തെ 2 ഹൈഡ്രജനും വാട്ടറായിട്ട് അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യും. കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള കിടതാപ്പം നേരെ എഴുതി വയ്ക്കേ. CH3CH എന്നല്ലടാ ഇനി ഇവിടെ ബാക്കി ഉണ്ടാവുക. CH3CH. അപ്പുറത്തെ മോളിക്യൂളിലോ ഇവിടെ CH3 എന്നുണ്ടായിരുന്നു, അവിടുന്ന് 2 ഹൈഡ്രജൻ പോയി, ബാക്കി അവിടെ ഒരു CH എന്നേ ഉണ്ടാവുള്ളൂ. അപ്പുറത്ത് CHO. ഇതാണ് പ്രൊഡക്റ്റ്. അവൻ്റെ ഇടയിലൊരു ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പ് അവരുടെ വാലൻസി ഫില്ലാവാൻ വേണ്ടി അവിടെ ഒരു ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴല്ലേ അവരുടെ വാലൻസി ഫുള്ളാവുള്ളൂ. കാർബണിൻ്റെ വാലൻസി 4 ആണല്ലോ. അപ്പോൾ പ്രൊഡക്റ്റ് എത്ര സിമ്പിളായിട്ട് കിട്ടി. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കി അവതരിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൂല. അപ്പോൾ ഈ ഡയലോഗ് മറക്കരുതേ. ഫസ്റ്റ് കോമ്പൗണ്ടിലെ ഓക്സിജനും സെക്കൻഡ് കോമ്പൗണ്ടിലെ 2 ആൽഫ ഹൈഡ്രജനും വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്താൽ പ്രൊഡക്റ്റ് കിട്ടും. എന്നാൽ ഇയാളുടെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കേണ്ടി വരും. നോക്കിക്കോട്ടോ, 2 മോളിക്യൂൾ CH3CH2CHO. അപ്പോൾ ഞാനതിവിടെ എഴുതാൻ പോവാണേ. 2 വട്ടമായിട്ട് എഴുതാൻ പോവാണ്. അപ്പോൾ നോക്കിക്കോ, CH3CH2CHO ഒന്നാമത്തെ വട്ടം എഴുതി. രണ്ടാമത്തെ വട്ടം എഴുതാണേ CH3CH2CHO. അതെന്താ സാറേ അങ്ങനെ ഒരു കുറുമ്പൊക്കെ? എടാ അത് കുറുമ്പല്ല, പ്രൊഡക്റ്റ് കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അഥവാ ഒന്നാമത്തെ മോളിക്യൂളിലെ ഓക്സിജൻ അല്ലേ റിയാക്ട് ചെയ്യുക? അതെ. അപ്പോൾ ആ ഓക്സിജൻ ആ അറ്റത്ത് വരണം. രണ്ടാമത്തെ മോളിക്യൂളിലെ 2 ആൽഫ ഹൈഡ്രജൻ, അതാരാ? ദിസ് ഈസ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഇതാണ് ആൽഫ കാർബൺ. ആ ആൽഫ കാർബണും ഈ ഓക്സിജനും നേരെ വരുന്ന രൂപത്തിൽ അങ്ങോട്ട് എഴുതിയാൽ പ്രൊഡക്റ്റ് എഴുതാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അവിടുത്തെ 2 ഹൈഡ്രജനാണ് പോട്ടെ. ആ 2 ഹൈഡ്രജനും ഈ ഓക്സിജനും. നേരെ മറിച്ച് നീ CH3 കൊണ്ടുവന്ന് ഇവിടെ എഴുതി കഴിഞ്ഞാൽ ആൽഫ ഹൈഡ്രജൻ ഇയാളുടെ നിന്ന് അകലെയായി പോകും. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് സ്ട്രക്ചർ എന്ന് വിഷ്വലൈസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഫസ്റ്റ് മോളിക്യൂൾ നേരെ എഴുതുക, സെക്കൻഡ് മോളിക്യൂളിലെ ആൽഫ കാർബൺ ഇയാളുടെ നേരെ വരുന്ന രൂപത്തിൽ എഴുതുക. ബാക്കി എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ താഴത്തേക്കോ മുകളിലേക്കോ ഒക്കെ തൂക്കിയിടുക. പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാവുക? CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH. ഇവിടെ നിന്ന് ഓക്സിജൻ പോയി. ഇവിടുത്തെ കാർബണിൽ 2 ഹൈഡ്രജൻ പോയാൽ ഇനി ഒരു C എന്ന് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. നേരെ CHO, താഴേക്ക് CH3. വിഷമം തീർക്കാൻ അവിടെ ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക. സിമ്പിൾ അല്ലേടാ ആൽഡോൾ കണ്ടൻസേഷൻ. ഉറപ്പായും പഠിക്കേണ്ട മറ്റൊരാളാണ് കെനിസാരോ റിയാക്ഷൻ. വ്യത്യാസം ഓർത്ത് വെക്കണേ. കെനിസാരോ റിയാക്ഷൻ്റെ കണ്ടീഷൻ ആബ്സെൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ ആണ്. ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ കണ്ടോ, ബെൻസീൻ ഉണ്ടെങ്കിൽ CHO. ഈ CHOയുടെ ഈ അറ്റാച്ച് ചെയ്ത ഈ കാർബണാണ് ആൽഫ. അവിടെ ഇനി ഹൈഡ്രജൻ ഇല്ല, കാരണം ആ കാർബണിൻ്റെ 4 വാലൻസിയും കംപ്ലീറ്റ് ആയി. നിങ്ങളൊന്ന് വരച്ച് നോക്കിയാൽ മതി. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, ടോട്ടൽ 4 കാർബൺ വാലൻസി കംപ്ലീറ്റ് ആയി. അവിടെ ഇനി ഹൈഡ്രജൻ ഇല്ല. നോ ആൽഫ ഹൈഡ്രജൻ. ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് CHO. ആ CHO അറ്റാച്ച് ചെയ്ത കാർബണിനെയാണ് ആൽഫ കാർബൺ എന്ന് പേര് വിളിക്കുക. അങ്ങനെ ഒരു ആൽഫ കാർബൺ തന്നെ ഫോർമാൽഡിഹൈഡിലില്ല. കാരണം എന്താ, ആ ഒരു കാർബണേ ഉള്ളൂ. അത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ഫങ്ഷണൽ ഗ്രൂപ്പിലുള്ള കാർബൺ അല്ല ആൽഫ, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണാണ് ആൽഫ. അങ്ങനെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത മറ്റൊരു കാർബൺ ഇയാളിലില്ല. ആൽഫ കാർബൺ ഇല്ലെങ്കിൽ പിന്നെ ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവില്ല. ഒരു ടേർഷറി കാർബണിൻ്റെ കൂടെ CHO വന്നാൽ, ഇതാ കണ്ടോ, ഈ കാർബണിൻ്റെ കൂടെ ഈ കാർബണാണ് ആൽഫ. ആ കാർബണിന് 3 ബ്രാഞ്ച് ഉണ്ട്. CH3 എന്ന് 3 ബ്രാഞ്ച് ഉണ്ട്. സോ അവിടെ ഹൈഡ്രജൻ ഇല്ല. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തവരിലാണ് കെനിസാരോ റിയാക്ഷൻ നടക്കുക. റിയേജൻറ്റ് കോൺസെൻട്രേറ്റഡ് ആൽക്കലിയാണ്. എങ്ങനെയാണ് റിയാക്ഷൻ? 1 മോളിക്യൂൾ അണ്ടർഗോ ഓക്സിഡേഷൻ, അതർ മോളിക്യൂൾ അണ്ടർഗോ റിഡക്ഷൻ. പഠിച്ചേടാ, 1 മോളിക്യൂൾ അണ്ടർഗോ ഓക്സിഡേഷൻ. ഈ ഫങ്ഷണൽ ഗ്രൂപ്പിൽ ആൽഡിഹൈഡ് ആണ് ഉണ്ടാവുക. ആ ആൽഡിഹൈഡ് 2 എണ്ണം എടുക്കണം. അതിൽ ഒരാൾക്ക് ഓക്സിഡേഷൻ നടക്കും. ഓക്സിഡേഷൻ നടന്നാൽ ഞാൻ പഠിപ്പിച്ചു എന്താടാ, ആയിരിക്കും ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടന്നാൽ കാർബോക്സിലിക് ആസിഡ് കിട്ടും. ഒരു മോളിക്യൂൾ ഓക്സിഡേഷൻ നടക്കും, മറ്റേ മോളിക്യൂളിന് റിഡക്ഷൻ നടക്കും. ആൽഡിഹൈഡിന് റിഡക്ഷൻ നടന്നാൽ പ്രൈമറി ആൽക്കഹോൾ കിട്ടുമെന്ന് ആൽക്കഹോൾ ഫീനോൾ എന്ന ചാപ്റ്ററിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സോ 2 പ്രൊഡക്റ്റ് കിട്ടും. 1 പ്രൊഡക്റ്റ് ഓക്സിഡൈസ്ഡ് പ്രൊഡക്റ്റും മറ്റേ പ്രൊഡക്റ്റ് റെഡ്യൂസ്ഡ് പ്രൊഡക്റ്റുമായിരിക്കും. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്നത് കൊണ്ട് ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്നതിനെ പേര് വിളിക്കും. ഇതൊരു ഡിസ്പ്രൊപ്പോർഷനേഷൻ ടൈപ്പ് റിയാക്ഷനാണ്. ഇനി നമുക്ക് എക്സാമ്പിൾസിലേക്ക് പോകാം. എന്താ, 2 ബെൻസാൽഡിഹൈഡിൽ ഒരു ബെൻസാൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടക്കും, അപ്പോൾ COOH. ഒരു ബെൻസാൽഡിഹൈഡിന് റിഡക്ഷൻ നടക്കും, അപ്പോൾ അത് CH2OH. അങ്ങനെ പഠിച്ചാൽ മതി. ഒരു CHO COOH, മറ്റേത് CH2OH ആവും. അപ്പോൾ സാറേ COOH എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ NA എന്നാണല്ലോ എഴുതി. എടാ COOH എന്ന് പറഞ്ഞാൽ ശരിയാണ്.
COONA എന്ന് പറഞ്ഞാൽ മോർ കറക്റ്റാണ്. കാരണം എന്താ അറിയോ, ഇവിടുത്തെ റിയേജൻറ്റ് നോക്കിക്കേ NaOH. അപ്പോൾ അവിടെ നിങ്ങൾ COH ഉണ്ടായാലും ആ COHലെ എച്ചും ഈ NAയും തമ്മിൽ വീണ്ടും റീപ്ലേസ്ഡ് ആവും. എന്നിട്ട് ഇവിടുത്തെ NA കയറ്റി എഴുതലാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി എച്ച് എഴുതിയാൽ തെറ്റല്ല. ക്ലിയർ അല്ലേ? ഇതാ HCHO. ഒരാൾക്ക് ഓക്സിഡേഷൻ നടക്കും. ഒരാൾക്ക് ഓക്സിഡേഷൻ നടന്നാൽ എന്ത് കിട്ടും? HCOONA. CHO എന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് മാറ്റം വരിക. ഓക്കെ അല്ലേ? CHO COOHും ഒരാൾ CH2OHുമായിട്ട് മാറും. അപ്പോൾ HCH2OH. HCH2OH. ഇനി ഇതിനെ HCH2OH എന്ന് പറയാതെ CH3OH എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ അടിപൊളിയാവും. മെത്തനോൾ. ഇതാ ഒരു ടെർഷറി കാർബണിൻ്റെ കൂടെ ആൽഡിഹൈഡ് വന്നു. വൺ ആൽഡിഹൈഡ് ഗ്രൂപ്പ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു കാർബോക്സിലിക് ആസിഡ്. അതർ ആൽഡിഹൈഡ് ഗ്രൂപ്പ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു റെഡ്യൂസ്ഡ് ഇൻ ടു പ്രൈമറി ആൽക്കഹോൾ. ഇങ്ങനെ എല്ലായിടത്തും ഒരേ സാധനമാണ്, ശ്രദ്ധിച്ചിരുന്നാൽ പെട്ടെന്ന് തീർക്കാം. ആൽഡിഹൈഡിലേക്ക്, ബെൻസാൽഡിഹൈഡിലേക്ക് ഫ്യൂമിംഗ് HNO3 ആഡ് ചെയ്തു. എടാ ഫ്യൂമിംഗ് HNO3 വരുമ്പോൾ ദ റിയാക്ഷൻ ഈസ് കോൾഡ് നൈട്രേഷൻ. അപ്പോൾ ഈ ബെൻസീൻ റിങ്ങിലേക്ക് ഇനി ഒരു NO2 ഗ്രൂപ്പ് കൂടി വരും. ആ NO2 ഗ്രൂപ്പ് എങ്ങോട്ട് വരണമെന്ന് ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് തീരുമാനിക്കും. ഇയാളുടെ തീരുമാനം ഇയാൾ മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അങ്ങനെയാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പിൻ്റെ തീരുമാനം. അപ്പോൾ CHO ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, അതിൻ്റെ മെറ്റാ പൊസിഷൻ ഇവിടെയാണ്, അവിടെയാണ് NO2 വരിക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കടാ, ഇത് ആരാണ്? നമ്മുടെ ബെൻസാൽഡിഹൈഡ്. ഈ ബെൻസാൽഡിഹൈഡിലേക്ക് നോക്കിക്കോട്ടോ, നമ്മൾ വളരെ ചെറിയ പ്രായം മുതൽ കേൾക്കുന്ന RCl അൻഹൈഡ്രസ് AlCl3. ഏതാടാ റിയാക്ഷൻ? ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. ഇവിടെ എന്താ പ്രൊഡക്റ്റ് എന്നറിയോ? നോ റിയാക്ഷൻ. റിയാക്ഷൻ നടക്കില്ല. അതെന്തുകൊണ്ട് എന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ടഫാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചോദിച്ചു കളയും. ബെൻസാൽഡിഹൈഡ് കാണിക്കില്ല, ബെൻസോയിക് ആസിഡ് കാണിക്കില്ല, നൈട്രോ ബെൻസീൻ കാണിക്കില്ല, അനിലിൻ കാണിക്കില്ല. ഈ പറഞ്ഞ ആൾക്കാരൊന്നും എന്ത് കാണിക്കില്ല? ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ കാണിക്കില്ല. എന്തുകൊണ്ട്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളുമാണ്, ശ്രദ്ധിച്ചോ. എന്തുകൊണ്ടാണെന്ന് അറിയോടാ? ഈ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് AlCl3 ആണ്. AlCl3 എന്ന് പറയുന്ന ആൾ ഒരു ലൂയിസ് ആസിഡാണ്. ലൂയിസ് ആസിഡാണ്. ആ ലൂയിസ് ആസിഡായിട്ടുള്ള AlCl3 നോക്കണേ, നമ്മൾ ഉപയോഗിക്കുന്ന RCl ഉണ്ടല്ലോ, RCl, അതിലെ ക്ലോറിനെ ഇങ്ങോട്ട് ഏറ്റെടുക്കും. അപ്പോൾ അത് R+ മാത്രമായിട്ട് മാറും. ആ CLനെ ഇയാൾ AlCl3 ഇങ്ങോട്ട് ഏറ്റെടുക്കും. കാരണം അത് അയാൾ ഏറ്റെടുക്കാനുള്ള കാരണം അയാൾ ലൂയിസ് ആസിഡാണ്. അയാൾക്ക് ഇലക്ട്രോൺ ഇനിയും വേണം. ആ ഇലക്ട്രോണെ കിട്ടാൻ വേണ്ടി അയാൾ ഈ ക്ലോറിനെ ഇങ്ങോട്ട് ഏറ്റെടുക്കും. അങ്ങനെ ഫൈനലി അവിടെ R+ എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകും. ഇയാളാണ് നമ്മുടെ ഇലക്ട്രോഫൈൽ. അങ്ങനെ ഇയാളെ ജനിപ്പിക്കുക എന്ന പണിയാണ് AlCl3 എടുത്തുകൊണ്ടിരുന്നത്. AlCl3 ഇല്ലാത്തിടത്തോളം കാലം ഇയാൾ ജനിക്കില്ല. ഇയാൾ ജനിക്കാത്തിടത്തോളം കാലം റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കാൻ ആര് മസ്റ്റാ? AlCl3 മസ്റ്റാ. AlCl3 എന്തുകൊണ്ട് ഈ റിയാക്ഷൻ തുടങ്ങി? അയാൾ ലൂയിസ് ആസിഡ് ആയതുകൊണ്ട്, അയാൾക്ക് ഇലക്ട്രോണിനോട് ആവശ്യമുള്ളതുകൊണ്ട്, അയാൾ ഈ ക്ലോറിനെ ഏറ്റെടുക്കാൻ റെഡി ആയതുകൊണ്ട്. എന്നാൽ ഈ പറയപ്പെട്ട ആൾക്കാരിലെല്ലാം ലോൺ പെയർ ഉണ്ട്. CHOയിൽ ഇവിടെ ഓക്സിജനിൽ ലോൺ പെയർ ഉണ്ട്, COHയിൽ ഓക്സിജനിൽ ലോൺ പെയർ ഉണ്ട്, NO2ൽ ഓക്സിജനിൽ ലോൺ പെയർ ഉണ്ട്, NH2ൽ നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷനിലേക്ക് ഈ AlCl3 ഇട്ട് കഴിഞ്ഞാൽ AlCl3ക്ക് 2 ഇലക്ട്രോൺ കിട്ടിയാൽ മതി. അതിപ്പോൾ ഈ ക്ലോറിൻ തന്നെ കിട്ടണമെന്നൊന്നുമില്ല. ആദ്യം തന്നെ പോയിട്ട് ഇയാളുടെ ലോൺ പെയറുമായിട്ട് ഈ AlCl3 ഇങ്ങോട്ട് ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ AlCl3യുടെ ദാഹം അതോടെ തീരും. AlCl3യുടെ ദാഹം എന്താ? 2 ഇലക്ട്രോൺ കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് അയാൾ ആ റിയാക്ഷൻ കാണിച്ചത്. അത് പക്ഷേ ഇവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ പിന്നെ അങ്ങനെ ഇൻ്ററാക്ട് ചെയ്യുന്ന AlCl3 ഈ RClൽ നിന്ന് Clനെ പിന്നെ റിമൂവ് ചെയ്യാൻ അയാൾ ട്രൈ ചെയ്യില്ല. കാരണം അയാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ദാഹം ഇവിടുന്ന് തീർന്നു. ഇയാളെ ദാഹം തീർന്നാൽ ഈ റിയാക്ഷൻ നടക്കില്ല. ഈ റിയാക്ഷൻ നടന്നില്ലെങ്കിൽ അവിടെ ഇലക്ട്രോഫൈൽ ജനിക്കില്ല. ഇലക്ട്രോഫൈൽ ജനിക്കാതെ അവിടെ നമ്മൾ ഉദ്ദേശിച്ച ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ബെൻസാൽഡിഹൈഡ് പോലെയുള്ള ആൾക്കാർ തരാത്തത്? ഇതാ എഴുതേണ്ട ആൻസർ ഇങ്ങനെയാണ്, ഞാൻ പറയുന്നുണ്ട്. AlCl3 is a Lewis acid which will interact with the lone pair of electrons on oxygen in benzaldehyde. അതോടുകൂടെ എന്തായി? AlCl3യുടെ ലൂയിസ് ആസിഡ് ക്യാരക്ടർ നഷ്ടപ്പെട്ടു. AlCl3യുടെ 2 ഇലക്ട്രോൺ കിട്ടിയപ്പോൾ അയാളുടെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആയി. Therefore AlCl3 will not initiate generation of electrophile. ഇലക്ട്രോഫൈലിൻ്റെ ജനറേഷന് വേണ്ടിയിട്ട് AlCl3നെ ട്രൈ ചെയ്യില്ല. അതുകൊണ്ടാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കാത്തത്. എടാ KMnO4 ഒരു പ്രത്യേകത ഉണ്ട്. ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്ത കാർബണിൽ ഒരു ഹൈഡ്രജനെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ബെൻസോയിക് ആസിഡ് ആക്കി മാറ്റിക്കളയും. എന്താ ഞാൻ പറഞ്ഞത്? ബെൻസീൻ റിംഗ് അറ്റാച്ച് ചെയ്ത കാർബണിൽ ഒരു ഹൈഡ്രജനെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് അവിടെ ഉണ്ട്, 1 അല്ല 3 ഉണ്ട്. അപ്പോൾ അതിനെ പിടിച്ച് ബെൻസോയിക് ആസിഡ് ആക്കും. ഇവിടെ ബെൻസീൻ റിംഗ് അറ്റാച്ച് ചെയ്ത കാർബണിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, അതിനെ പിടിച്ച് ബെൻസോയിക് ആസിഡ് ആക്കും. COH. അല്ല സാറേ, അപ്പോൾ അവിടെ 2 കാർബൺ അല്ലേ, അതൊക്കെ പോകും. എന്നിട്ട് ഒരു കാർബൺ മാത്രം അവിടെ ബാക്കിയാവും. ഇവിടെ നോക്കിയാൽ ഇവിടെ 3 കാർബൺ ഉണ്ട്. എന്നാലും ബെൻസീൻ റിംഗിൽ അറ്റാച്ച് ചെയ്ത കാർബണിൽ അറ്റ്ലീസ്റ്റ് 1 ഹൈഡ്രജനെങ്കിലും ഉണ്ടെങ്കിൽ
ബാക്കിയുള്ള റിമൈനിങ് പാർട്സ് വിൽ ബി കംപ്ലീറ്റ്ലി നോക്ക്ഡ് ഔട്ട് ടു ഗീവ് ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡ് കിട്ടും. ബെൻസീനിൽ അറ്റാച്ച് ചെയ്ത കാർബണിൽ ഇവിടെ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. KMnO4 വരും, ബട്ട് നോ റിയാക്ഷൻ. അപ്പോൾ KMnO4 ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുക? അറ്റ്ലീസ്റ്റ് 1 ബെൻസൈൽ ഹൈഡ്രജൻ. ആ ബെൻസീനിൽ അറ്റാച്ച് ചെയ്ത കാർബണിലുള്ള ഹൈഡ്രജൻ്റെ പേരാണ് ബെൻസൈൽ ഹൈഡ്രജൻ. ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച് ബെൻസോയിക് ആസിഡ് ആക്കി മാറ്റിക്കളയും. മോനെ NCERT വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് പല ഭാഗത്ത് പറഞ്ഞൊരു സാധനം ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ തീർക്കുകയാണ്. സയനൈഡ് എന്താ ഫോർമുല? RCN. അമൈഡ് RCONH2. ആസിഡ് ക്ലോറൈഡ് RCOCl. അൻഹൈഡ്രൈഡ് RCOOCOR. ഇതിലേക്കൊക്കെ വെള്ളമൊഴിച്ചാൽ, ഈ പറയുന്ന ആൾക്കാരിലേക്കൊക്കെ വെള്ളമൊഴിക്കുക, എന്താ കിട്ടുക അറിയോ? കാർബോക്സിലിക് ആസിഡ് കിട്ടും. ഇത് NCERT 4 ഹെഡിങ് ആയിട്ടാണ് പറയുന്നത്. എന്തിന്? ഈ 6 ആരാന്നുള്ളതല്ലേ നമ്മളിപ്പോൾ പ്രശ്നമുള്ളൂ. അത് ക്വസ്റ്റ്യനിലുണ്ടാകും. എന്താ പ്രൊഡക്റ്റ്? ആ പ്രൊഡക്റ്റിൽ 6ന് മാറ്റമൊന്നുമില്ല. പിന്നെ ഇപ്പം നമ്മൾ കുറേ എക്സാമ്പിൾ ചെയ്ത് പഠിക്കണേ. സയനൈഡ് COH ആകും, CONH2 COH ആകും, COCl COH ആകും, COOCOR എന്നുള്ള ഈ മൊത്തം പാർട്ട് പോയിട്ട് COH ആകും. അപ്പോൾ കംപ്ലീറ്റ്ലി കാർബോക്സിലിക് ആസിഡാണ് കിട്ടുക. ഈ പറയുന്ന 4 ആളുകളിലേക്കും ഹൈഡ്രോളിസിസ് നടത്തുക. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഉപയോഗിക്കുക. എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ് കിട്ടും. ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ നിന്ന് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ നിന്ന് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിനോ 2 മാർക്കിനോ പരീക്ഷയ്ക്ക് സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. എടാ, ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ നിന്ന് എങ്ങനെ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാം? ഇതാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഇത് ഡ്രൈ ഐസ് ആണ്. ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡാണ്. ആരടാ? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ ഇത്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സ്ട്രക്ചർ C ഡബിൾ ബോണ്ടോ എന്നാണ്. ഞാൻ പറയും പോലെ പഠിച്ചു വെച്ചോട്ടാ. ഈ ഡബിൾ ബോണ്ട് ഓക്സിജനിലേക്ക് ഇങ്ങോട്ട് പൊട്ടും. അപ്പോൾ ഓക്സിജന് നെഗറ്റീവ് ചാർജും ഉണ്ടാവും, കാർബണിന് പോസിറ്റീവ് ചാർജും ഉണ്ടാവും. അത് അവിടെ നിന്നോട്ടെ. ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലെ ഈ ബോണ്ട് ഇങ്ങോട്ട് പൊട്ടും. മഗ്നീഷ്യം ഒരു മെറ്റൽ ആയതുകൊണ്ട് ഈ ഭാഗത്തിനാണ് എപ്പോഴും പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക. അപ്പോൾ 6ന് നെഗറ്റീവ് ചാർജാണ് കിട്ടുക. അപ്പോൾ പൊട്ടാനുള്ളതൊക്കെ പൊട്ടിക്കഴിഞ്ഞ് ഇനി ആരെങ്ങോട്ട് പോകും എന്നുള്ള കഥ മനസ്സിലായില്ലേ? നെഗറ്റീവ് ചാർജുള്ള 6 പോസിറ്റീവ് ചാർജുള്ള ഈ കാർബണിലേക്ക് പോകും. പോസിറ്റീവ് ചാർജുള്ള MgX നെഗറ്റീവ് ചാർജുള്ള ഈ ഓക്സിജനിലേക്ക് പോകും. പോകാനുള്ളതൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 6 നേരെ വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 6 സിയോട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. മുകളിലേക്കുള്ള ഡബിൾ ബോണ്ട് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. നേരെ ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് ഇപ്പോൾ സിംഗിൾ ബോണ്ട് ആയിട്ടുണ്ട് അല്ലേ? ആ ഡബിൾ ബോണ്ട് അല്ലേ ഈ ഓക്സിജനിലേക്ക് പൊട്ടിയത്? അവിടെ ഓക്സിജൻ ഉണ്ട്, അതിൻ്റെ കൂടെ MgXും ഉണ്ട്. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. സബ്സെബിടെ ശുദ്ധപാനി H2O. വെള്ളം എന്ന് പറഞ്ഞാൽ അതിൽ Hഉം OHും അല്ലടാ ഉള്ളത്. ആ Hഉം OHും ഇവിടെ വന്നാണ് പൊട്ടിക്കും. MgXനെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് അവിടെ H കയറിയിരിക്കും. ആ OH എന്ത് ചെയ്യും? MgXൻ്റെ കൂടെ പോകും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ RC ഡബിൾ ബോണ്ട് OH. ആരാ വന്നേക്ക് നോക്കി? RC ഡബിൾ ബോണ്ട് OH എന്ന് പറഞ്ഞാൽ ആരാടാ? കാർബോക്സിലിക് ആസിഡ് കിട്ടി. ബൈ പ്രൊഡക്റ്റ് ആരാ? Mgയുടെ കൂടെ Xും OHും ഉണ്ടാവും. ഇങ്ങനെയാണ് പറയുക, MgOHX. അതൊക്കെ അവിടെ നിൽക്കട്ടെ, കാർബോക്സിലിക് ആസിഡ് കിട്ടും. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ നിന്ന് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ എഴുതുക. സ്റ്റെപ്പ് 1, ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് റിയാക്ട് വിത്ത് ഡ്രൈ ഐസ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് വിൽ പ്രൊഡ്യൂസ് കാർബോക്സിലിക് ആസിഡ്. എന്നിട്ട് ഈ ഡയലോഗ് ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ റിയാക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്കായി. ഉറപ്പിക്കാവോ? പഠിക്കണേ മോനെ. എടാ, ഇതിലാരാണ് നല്ല ആസിഡ് എന്ന് പറയണം. അപ്പോൾ ആസിഡിൻ്റെ കമ്പാരിസൺ ചോദിച്ചാൽ ഈ ഒരു കാര്യം മാത്രം മനസ്സിലുണ്ടായാൽ മതി. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ ആസിഡിറ്റി കുറയും, വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ ആസിഡിറ്റി കൂടും. ഇത് നമ്മൾ ആൽക്കഹോളിൻ്റെ ആസിഡിറ്റി പറഞ്ഞിടത്തും എക്സ്പ്ലെയിൻ ചെയ്തതാണ്. CH3 എന്ന ഗ്രൂപ്പ് ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആളാണ്. CF3 എന്ന ഗ്രൂപ്പ് ഇലക്ട്രോണിനെ വലിക്കുന്ന ആളുമാണ്. H പിന്നെ വികാരങ്ങളൊന്നുമില്ലാത്ത, കൊടുക്കൽ വാങ്ങൽ ഇടപാടില്ലാത്ത ആളാണ്. അപ്പോൾ ഇലക്ട്രോണെ വലിക്കുമ്പോൾ വിഡ്രോയിങ് വരുമ്പോൾ അസിഡിറ്റി കൂടും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അസിഡിക്കാരാ C, ഏറ്റവും കുറവ് അസിഡിക്കാരാ ഇലക്ട്രോണെ കൊടുക്കുന്ന സ്ഥലം A, അതിൻ്റെ ഇടയിലായിരിക്കും B ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ബെൻസോയിക് ആസിഡ് ഉണ്ട്. ബെൻസോയിക് ആസിഡിൻ്റെ പാരാപോസിറ്റിൽ NO2 ഉണ്ട്, പാരാപോസിറ്റിൽ ഒരു CH3 ഉണ്ട്. ആൽക്കഹോൾ ഫീനോൾ എന്നുള്ള ചാപ്റ്ററിൽ ആരൊക്കെയാണ് ഡൊണേറ്റിംഗ് വിഡ്രോയിങ് ഗ്രൂപ്പുകൾ എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാൻ തന്നതാണ്. NO2 ഈസ് എ വിഡ്രോയിങ് ഗ്രൂപ്പ്, CH3 ഈസ് എ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. സോ വിഡ്രോയിങ് ഗ്രൂപ്പുള്ളിടത്ത് ആസിഡിറ്റി കൂടും, ഡൊണേറ്റിംഗ് ഗ്രൂപ്പുള്ളിടത്ത് ആസിഡിറ്റി കുറയും, അതിൻ്റെ ഇടയിലായിരിക്കും A ഉണ്ടാവുക. എടാ, കാർബോക്സിലിക് ആസിഡിലേക്ക് P2O5 ഉപയോഗിച്ചാൽ നമുക്ക് അൻഹൈഡ്രൈഡ് കിട്ടും. അൻഹൈഡ്രൈഡ് ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ 2 കാർബോക്സിലിക് ആസിഡിനെ 2 വട്ടം തിരിച്ചു മറിച്ചു എഴുതാം. കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ RC ഡബിൾ ബോണ്ട് OH അല്ലേടാ. അതുപോലെ മറ്റൊരു കാർബോക്സിലിക് ആസിഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതാം, RC ഡബിൾ ബോണ്ട് OH. എന്നിട്ട് അവർക്കിടയിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂളാണ് പോട്ടെ, ഒരു OH വെച്ചോണ്ട് പോട്ടെ. ബാക്കി കാണുന്ന കിടതാപ്പ് നീട്ടി പരത്തി പറഞ്ഞു നോക്കിയേ. RC ഡബിൾ ബോണ്ട് OC ഡബിൾ ബോണ്ട് OR. ദിസ് ഈസ് കോൾഡ് അൻഹൈഡ്രൈഡ്.
അപ്പോൾ കാർബോക്സിലിക് ആസിഡ് തിരിഞ്ഞു മറിഞ്ഞു നിന്നിട്ട് അവർക്കിടയിൽ നിന്ന് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് അൺഹൈഡ്രേറ്റ് ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട റിയേജൻ്റ് ആരാണെന്ന് പറ. P2O5 മറക്കരുതേ, നോട്ട് ചെയ്ത് വെച്ചോളൂ. സിമ്പിളാണ്, NH3 ആണ്. കാർബോക്സിലിക് ആസിഡും അമോണിയയും റിയാക്ട് ചെയ്യുന്നു. സിമ്പിൾ. കാർബോക്സിലിക് ആസിഡ് ഒന്ന് OH പോകും, അമോണിയിൽ നിന്ന് ഒരു H പോകും, വാട്ടർ പോയി. ബാക്കി എന്താ ഉണ്ടാവുക? RCO. ഇവിടെ CO എന്ന് മാത്രമേ ഉണ്ടാകും. NH2 എന്നല്ലട ബാക്കി ഉണ്ടാവുക. NH3യിൽ നിന്ന് ഒരു H പോയാൽ ആരാ കിട്ടിയത് നോക്കിയേ? കാർബോക്സിലിക് ആസിഡും അമോണിയും തമ്മിൽ റിയാക്ട് ചെയ്താൽ അമൈഡ് കിട്ടും. RC+O NH2. കഴിയാറായി. HVZ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. HVZ റിയാക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻ പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ ആണ്. ഒരു ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ആരാണ് ആൽഫ ഹൈഡ്രജൻ? COOH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത ഈ കാർബൺ ആണ് ആൽഫ. അതിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ഉണ്ടല്ലോ, 2 എണ്ണം ഉണ്ട്. അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയിട്ട് പകരം ഇവിടുത്തെ ഹാലജൻ കയറിയിരിക്കും. റിയേജൻ്റ് ആരാണെന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഹാലജൻ ബാർ റെഡ് ഫോസ്ഫറസ് ആണ്. റെഡ് ഫോസ്ഫറസും ഹാലജനും വരലാണ് HVZ റിയാക്ഷൻ്റെ റിയേജൻറ്റ്. അപ്പോൾ ആൽഫ കാർബണിലെ ഒരു ഹൈഡ്രജൻ പോയി അവിടെ ഒരു ബ്രോമിനാണ് കയറിയിരിക്കും. പരിപാടി കഴിഞ്ഞു. അപ്പോൾ എന്താണ് കിട്ടുക? CH3 സിംഗിൾ ബോണ്ട് CH, അവിടെ ഒരു ബ്രോമിൻ കയറിയിരിക്കും, ഇവിടെ ഒരു COOH മാത്രം ഉണ്ടാവും. HVZ റിയാക്ഷൻ. HVZൻ്റെ ഫുൾ നെയിം ചിലപ്പോൾ ഇങ്ങനെയാണ്. അറിയാമെങ്കിൽ വിട്ടേക്കുക, അറിയാത്തവർ നോട്ട് ചെയ്തോ. ഹെൽ-വോളാഡ് സെലിൻസ്കി റിയാക്ഷൻ എന്നാണ് HVZൻ്റെ ഫുൾ നെയിം. ഈ റിയാക്ഷൻ ഒരു തവണ പ്രീവിയസ് ഇയറിൽ തന്നിട്ട് ഈ റിയാക്റ്റൻറ്റിനെ A എന്നും പ്രൊഡക്റ്റിനെ B എന്നും പേര് വിളിച്ചിട്ട് അടുത്തൊരു ചോദ്യം, A ആണോ B ആണോ മോർ അസിഡിക് എന്ന്. എടാ നോക്കടാ, Aയിൽ എന്താ ഉള്ളത്? CH3 CH2 COH. Bയിൽ എന്താ ഉള്ളത്? CH3 CH COOH. അതിലൊരു ബ്രോമിൻ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രോമിൻ എക്സ്ട്രാ വന്നതായിരിക്കുമല്ലോ അയാളുടെ അസിഡിറ്റി കൂട്ടാനോ കുറക്കാനോ ഉണ്ടായ ഒരു കാരണക്കാരൻ. ബ്രോമിൻ എന്താണ്? വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഓൾ ഹാലജൻസ് ആർ ഇലക്ട്രോൺ വിഡ്രോയിങ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇവിടെ വരുമ്പോൾ അയാളുടെ അസിഡിറ്റി, തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ അസിഡിറ്റി കൂടും. സോ B ഗ്രേറ്റർ ദാൻ A ആണ് ഈ രണ്ടാൾക്കാരുടെ അസിഡിറ്റിയുടെ ഓർഡർ. പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു കുൽസിതം കൂടി ചോദിച്ചിട്ടുണ്ട്. എടാ, NaOHും കാൽസ്യം ഓക്സൈഡും മിക്സറായിട്ട് വന്നാൽ സോഡാ ലൈം എന്നാണ് പേര് വിളിക്കുക. +1 പഠിച്ച റിയാക്ഷനാണ്. സോഡാ ലൈം വന്നാൽ ഡീകാർബോക്സിലേഷൻ ആണ് റിയാക്ഷൻ. ഡീകാർബോക്സിലേഷൻ. അപ്പോൾ ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു COO ഗ്രൂപ്പ് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിവാക്കുക. അപ്പോൾ RH എന്ന് കിട്ടും. RH. അപ്പോൾ ഒരു ചെറിയ വിഷയം എന്താ വെച്ചാൽ ഇവിടെ COONA എന്നാണെങ്കിൽ നിങ്ങൾ ഈ COO ഗ്രൂപ്പ് മൊത്തത്തിൽ ഒഴിവാക്കിയിട്ട് ബെൻസീൻ റിങ്ങിൽ Na എന്ന് കൊടുക്കരുത്. ബെൻസീൻ റിങ്ങിൽ Na ഒറ്റയ്ക്ക് വരില്ല. അപ്പോൾ അവിടെ Na ആണെങ്കിലും H ആണെങ്കിലും ഫൈനൽ പ്രൊഡക്റ്റിൽ H തന്നെ ആയിരിക്കും. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. CH3 COOH എന്താ പ്രൊഡക്റ്റ്? സോഡാ ലൈം ഉണ്ട്, ആരോ മാർക്കിനുള്ളിൽ സോഡാ ലൈം. ഈ COO ഒഴിവാക്കുക, CH3H അഥവാ CH4 എന്ന് വരും. ഇനി അതേ സാധനം CH3COONA എന്നാണെങ്കിലും CH4 എന്ന് തന്നെയാണ് വരിക എന്ന് അതൊന്ന് നോട്ട് ചെയ്തോളണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. +1 സാധനമാണ്. കാർബോക്സിലിക് ആസിഡിനെ പ്രൈമറി ആൽക്കഹോളാക്കി മാറ്റുന്നത് ഈസ് എ ടൈപ്പ് ഓഫ് റിഡക്ഷൻ. കാർബോക്സിലിക് ആസിഡിനെ പ്രൈമറി ആൽക്കഹോളാക്കി മാറ്റുന്നത് റിഡക്ഷനാണ്. അതിന് 2 റെഡ്യൂസിങ് ഏജൻറ്റ് യൂസ് ചെയ്യാം. ഒന്നാമൻ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, മറ്റൊന്ന് B2H6. B2H6 ഈസ് കോൾഡ് ഡൈബൊറൈൻ. വിളിക്കുന്ന പേര് ഡൈബൊറൈൻ. വെറുതെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. CH3COOH അസറ്റാൽഡിഹൈഡ്, അസറ്റിക് ആസിഡ്, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്തു. ഈ റിയാക്ഷൻ ഞാൻ പഠിപ്പിച്ചതെന്നാണ്. ആൽക്കഹോൾ ഫിനോളിൽ പഠിപ്പിച്ചതാണ്. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഹൈലി എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് ഈ ബിസിനസ് നടക്കില്ല എന്നൊക്കെ. സോ CH3 COOH എന്ന ഗ്രൂപ്പ് CH2OH ആയി മാറും. അതാണല്ലോ നമ്മൾ ഈ റിയാക്ഷനിൽ പഠിച്ചത്. COOH CH2OH ആവും. അത്രമാത്രം അതിലുള്ളൂ. 6 ഗ്രൂപ്പ് എന്തോ ആയിക്കോട്ടെ, COH CH2OH ആയി മാറും. ലാസ്റ്റാണ്, ഇതാ പഠിച്ചോ, ഫ്യൂമിങ് HNO3. നേരത്തെ ഞാൻ പഠിപ്പിച്ചെന്ന സാധനമാണ്. നൈട്രേഷനാണ്. NO2 ഗ്രൂപ്പ് വരും. ആ NO2 ഗ്രൂപ്പ് എവിടെ വരണമെന്ന് COOH തീരുമാനിക്കും. നേരത്തെ പഠിപ്പിച്ച പോലെ ഇയാളും മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. സോ ഒരു ബെൻസോയിക് ആസിഡിൻ്റെ മെറ്റാ പൊസിഷനിൽ NO2 വരും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട ഒരു ഉപകാരം, ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഈ ക്ലാസ് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. ഒരു ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട്, ഒന്ന് ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്തിട്ട് നമ്മൾ ഈ സമയത്തുള്ള കുട്ടികളുടെ ഒരു ഇൻറ്ററാക്ഷൻ മാത്രമാണ് CM അക്കാഡമിയുടെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതല്ലാതെ നിങ്ങൾ ചിലപ്പോൾ വേറെ എവിടെയും CM അക്കാഡമി കേൾക്കാനോ കാണാനോ ചാൻസ് ഇല്ല. നമ്മളങ്ങനെ വിഗറസായി മാർക്കറ്റിംഗ് ചെയ്യുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടല്ല. ചെയ്യുന്നത് വൃത്തിക്ക് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ എല്ലാ ആവശ്യങ്ങളും പരിഹരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഛേദമില്ലാത്തൊരു ഉപകാരം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സംഗതി വിജയിപ്പിച്ച് തരൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.